ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇത്ര നേരം ദൈവപാതവിടെ ആയിരിക്കാൻ, കൂട്ടായ്മ ആചരിപ്പാൻ കർത്താവ് നമ്മളെ സഹായിച്ചുവല്ലോ. തുടർന്ന് ദൈവവചനത്തിലേക്ക് നമ്മുടെ വിലയേറിയ സമയവും ശ്രദ്ധയും നാം മാറ്റിവെക്കുകയാണ്. ഇന്ന് നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കാൻ പോകുന്നത് 2 തിമോത്തിയോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യമാണ്. 2 തിമോത്തിയോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിലേക്ക് ദൈവമക്കളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കുക. ഒന്ന് വായിച്ചു സഹായിച്ചാലോ. ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. വളരെ പരിചിതമായ ഒരു ദൈവവചന ഭാഗമാണ്. ഇതിന്റെ പശ്ചാത്തലം 2 തിമോത്തിയോസിൽ നിന്ന് തുടർമാനം സന്ദേശങ്ങൾ കേൾക്കുന്നത് കൊണ്ട് ഒന്നുകൂടെ ആവർത്തിക്കേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഇവിടെ പൗലോസ് നിജപുത്രനായ തിമോത്തിയോസിന് കൊടുക്കുന്ന ഒരു പ്രബോധനമാണ്. ആദ്യത്തെ 2 വാക്യങ്ങളിൽ വന്ദനം ചെയ്യുന്നു. 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ ചില കാര്യങ്ങൾ താൻ ഓർക്കുകയാണ്. തിമോത്തിയോസിന്റെ കണ്ണുനീർ ഓർക്കുന്നു, തൻ്റെ മാതാവിൻ്റെയും വല്യമ്മയുടെയും വിശ്വാസത്തെ ഓർക്കുന്നു, ആ വിശ്വാസം തന്നിലുണ്ടെന്ന് ഓർക്കുന്നു. 6-ാം വാക്യം മുതൽ ഒരു അപ്പന്റെ സ്ഥാനത്ത് നിന്നതുകൊണ്ട് മരണം കാത്തുകിടക്കുന്ന ഈ അപ്പോസ്തോലൻ, ഈ ഉപദേശി, ഈ ആത്മീയ പിതാവ് നിജപുത്രനെ തിമോത്തിയോസിനെ എൻകറേജ് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക. 6-ാം വാക്യത്തിൽ കൃപാവരത്തെക്കുറിച്ചും തന്നിൽ കർത്താവ് നിക്ഷിപ്തമാക്കിയ കാര്യങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ സന്ദേശത്തിന്റെ മുന്നോട്ടുള്ള നമ്മുടെ ധ്യാനത്തിൽ അത് ഒന്ന് തൊട്ടു പറയും. എങ്കിലും 7-ാം വാക്യം മാത്രമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. ആ 7-ാം വാക്യം ഒന്നുകൂടെ ബൈബിൾ ഉള്ള എല്ലാവരും തുറന്ന് വായിച്ചൊന്ന് നമുക്ക് വായിച്ചാലോ. ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. ദൈവം നമുക്ക് തന്ന ആത്മാവ്, ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രസംഗത്തിന്റെ തലക്കെട്ട്. ദൈവം നമുക്ക് തന്ന ആത്മാവ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഹ്യൂമൻ സ്പിരിറ്റ് ഉണ്ട്, മനുഷ്യാത്മാവുണ്ട്. അതിനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ആദാമിന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നപ്പോൾ ദേഹം, ദേഹി, ആത്മാവെന്ന 3 ഘടകങ്ങളുള്ള ഒരു ആളത്വമായി മനുഷ്യൻ മാറുകയാണ്. സൃഷ്ടിപ്പിൽ മനുഷ്യാത്മാവ് നമ്മളിലുണ്ട്. ദൈവത്തോട് സജീവമായി ബന്ധപ്പെടുവാൻ ആത്മാവിനെ നമുക്ക് തന്നിരിക്കുക. പാപം നിമിത്തം ആത്മാവ് മരിച്ചുപോയി, ആത്മിക മരണം സംഭവിച്ചു. അതാണ് കർത്താവിന്റെ ദാസൻ മുൻപ് ഓർപ്പിച്ചത്. അതിക്രമങ്ങളാലും പാപങ്ങളാലും രക്ഷിക്കപ്പെടുമ്പോൾ ആത്മാവ് ജീവിക്കുകയാണ്. ആ മനുഷ്യാത്മാവിനെ കുറിച്ചല്ല പറയുന്നത്. ദൈവം നമുക്ക് തന്നെ ആത്മാവെന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും അറിയാം ആരെക്കുറിച്ചാണ് പറയുന്നത്. പരിശുദ്ധാത്മാവ്, ത്രിയേക ദൈവത്തിലെ 3-ാമത്തെ ആളത്വമായ നിത്യനായ ദൈവത്തെക്കുറിച്ചാണ്, പരിശുദ്ധാത്മാവെന്ന വ്യക്തിയെക്കുറിച്ചാണ് പറയുന്നത്. പ്രാരംഭത്തിൽ തന്നെ 1-2 വാക്കുകൾ ഞാൻ ഊന്നൽ കൊടുത്ത് പറയാം. പരിശുദ്ധാത്മാവ് ഒരു ശക്തി മാത്രമല്ല, ഒരു ഫോഴ്സ് മാത്രമല്ല. ചിലർ ചിന്തിക്കുന്നത്, പെന്തക്കോസ്ത് സർക്കിൾസിൽ ചിലർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, ആത്മാവ് ശക്തി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു ശക്തിയുടെ ഒരു അനുഭവമോ ഒരു ശക്തി പ്രവാഹമോ മാത്രമായി ആത്മാവിനെ തെറ്റിദ്ധരിക്കുമ്പോൾ ആത്മാവ് ഒരു വ്യക്തിയാണ്, ശക്തിയുള്ള ഒരു വ്യക്തിയാണ്. ഹി ഈസ് എ പേഴ്സൺ. ആ ആത്മാവിനെയാണ് പൗലോസ് ഇവിടെ ചൂണ്ടിപ്പറയുന്നത്. പ്രാരംഭത്തിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആത്മാവെന്ന് പറയുമ്പോൾ ആ ആത്മാവിനെ പൗലോസ് റെഫർ ചെയ്യുമ്പോൾ ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ആത്മാവ് ഏതൊക്കെ ഘട്ടങ്ങളിലാണ് ഇടപെടുന്നതെന്ന് ഒന്ന് വ്യക്തമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവരും എന്നെ ശ്രദ്ധിക്കണം. ഇത് അടിസ്ഥാന പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ഉപദേശമോ. ഈ കാര്യത്തിൽ നമുക്ക് വ്യക്തത ആവശ്യമോ. ഹോളി സ്പിരിറ്റ് ആരാണെന്നും ഹോളി സ്പിരിറ്റിന്റെ പ്രവർത്തനം എന്താണെന്നും അത് മനസ്സിലായില്ലെങ്കിൽ ഇന്നത്തെ സന്ദേശം മനസ്സിലാകത്തില്ല. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് പ്രത്യേകാൽ 3 നിലകളിലാണ് ഇടപെടുന്നത്.
എഴുതുന്നവരെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഹോളി സ്പിരിറ്റിന്റെ പ്രവർത്തനങ്ങൾ 3 ഘട്ടങ്ങളിലാണ്. ഒന്നാമത്തെ ഘട്ടം ആമുഖത്തിൽ കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചതാണ്. വീണ്ടും ജനനം നടക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ പ്രാരംഭ ഇടപെടിയിലാണ്. പരിശുദ്ധാത്മാവിനെ കൂടാതെ വീണ്ടും ജനനം, രക്ഷയുടെ അനുഭവം അസാധ്യമാണ്. 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം 3-ാം വാക്യം എന്താ പറയുന്നത്? അത് പറയുന്നത് ഇത്രയേ ഉള്ളൂ: ഒരു വ്യക്തി യേശു കർത്താവ് എന്ന് പറയണമെങ്കിൽ എന്തു വേണം? പരിശുദ്ധാത്മ സഹായം വേണം. വിത്തൗട്ട് ദ ഹോളി സ്പിരിറ്റ് നോബഡി ക്യാൻ അക്നോളജ് ദ ലോർഡ്ഷിപ്പ് ഓഫ് ക്രൈസ്റ്റ് ജീസസ്. ക്രിസ്തു യേശുവിന്റെ കർത്തൃത്വത്തെ അംഗീകരിക്കണമെങ്കിൽ എന്തു വേണം? യേശു കർത്താവാണ്, യേശു രക്ഷിതാവാണ്, യേശു എൻ്റെ വിമോചകനാണ്. ഞാൻ പാപിയാണ്, ഞാൻ പാപത്തിൽ ആണ്ടുപോയവനാണ്, എനിക്ക് എന്നെ രക്ഷിക്കാൻ ഇംപോസിബിൾ. ഈ എൻ്റെ പോക്ക് നിത്യനാശത്തിലേക്കാണ്. യേശു എന്ന രക്ഷിതാവ് എനിക്ക് വേണമെന്ന് ഞാൻ തിരിച്ചറിയണമെങ്കിൽ, ആ കൃപയെ ഞാൻ ഏറ്റെടുക്കണമെങ്കിൽ, സുവിശേഷ സന്ദേശത്തോട് വിശ്വാസത്തിൽ പ്രതികരിക്കണമെങ്കിൽ എനിക്ക് പരിശുദ്ധാത്മാവിനെ വേണം. അത് വളരെ വ്യക്തമാക്കണം. നമ്മൾ ചിലരെ നോക്കി പറയും അവർ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കാത്തവരാ. അതൊരു തെറ്റിദ്ധാരണയാണ്. ചില സഭകളെ, കൂട്ടായ്മകളെ നോക്കി നമ്മൾ പറയും അവർക്ക് പരിശുദ്ധാത്മാവില്ല. ഇല്ലാത്തവരുണ്ട്. പക്ഷെ നമ്മൾ സാധാരണ പറയുന്ന നമ്മുടെ മറ്റ് വേർപെട്ട സമൂഹത്തിൽപ്പെട്ട ബ്രദറൻ സഹോദരങ്ങളെ നോക്കി പറയും അവർക്ക് ആത്മാവില്ലാത്തവരാ എന്ന്. നമ്മൾ അർത്ഥമാക്കുന്നത് അവർക്ക് ആത്മാവിൻ്റെ നമ്മൾ അടുത്ത ഘട്ടത്തിൽ പറയുന്ന ആത്മസ്നാന അനുഭവത്തിൽ അവർ ഇന്ന് നിലവിൽ വിശ്വസിക്കുന്നില്ല. അവിടേക്ക് ഞാൻ വരാം. പക്ഷെ അവരും അക്നോളജ് ചെയ്യുന്നത് ഒരു വ്യക്തി രക്ഷപ്പെടണമെങ്കിൽ, ഒരു വ്യക്തി രക്ഷിക്കപ്പെടണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ കൂടാതെ, ആത്മാവിനാലെ ഒരു വ്യക്തിക്ക് വീണ്ടും ജനിക്കാൻ കഴിയത്തുള്ളൂ. പരിശുദ്ധാത്മാവിനെ കൂടാതെ രക്ഷ സാധ്യമല്ല. അതാണ് യോഹന്നാൻ 3:5 പറയുന്നത്, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കത്തില്ല. എൻ്റെ വിഷയം അതല്ല, എങ്കിലും ഒറ്റ വാക്കിൽ പറഞ്ഞ് ഞാൻ മുൻപോട്ട് പോകാം. വചനമെന്ന കെടാത്ത ബീജം പരിശുദ്ധാത്മാവ് ഒരു ഹൃദയത്തിൽ കൊണ്ടിട്ട് ഒരു ക്രിയ നടക്കാതെ ഒരു വ്യക്തിക്ക് വീണ്ടും ജനിക്കാൻ കഴിയത്തില്ല. ബോൺ അഗെയിൻ എന്ന് പറയുന്നത് ഒരു മോഡി അല്ലെങ്കിൽ ഒരു ഗുമ്മിന് പറയുന്ന ഒരു വാക്കല്ല. അതൊരു അനുഭവമാണ്, അതൊരു രക്ഷയുടെ നിർണയമാണ്. പരിശുദ്ധാത്മാവ് അമാനുഷികമായി, റോമാലേഖനം 10-17 വാക്യം പറയുന്നത്, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. അപ്പൊ ക്രിസ്തുവിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഈ വചന ശുശ്രൂഷ ഇവിടെ നടക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം വളരെ പച്ചയ്ക്ക് പറയാം. രക്ഷിക്കപ്പെടാത്ത ഒത്തിരി പേര് നമ്മുടെ നടുവിൽ ഇന്ന് ഇവിടെ ഇരിപ്പുണ്ട്. അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും, പ്രത്യേകിച്ച് അടുത്ത തലമുറയിൽ മിക്കവരും രക്ഷയുടെ അനുഭവത്തിൽ എത്തിയിട്ടില്ല. പക്ഷെ ഈ വചനം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുമ്പോൾ, നിങ്ങളുടെ ഹൃദയം ഒന്ന് വിട്ടുകൊടുക്കുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ ഒരു സൂപ്പർ നാച്ചുറൽ വർക്ക് നടന്ന് ലുദിയാടെ ഹൃദയം തുറന്നതുപോലെ നിങ്ങളുടെ ഹൃദയം ഇന്ന് തുറന്നാൽ നിങ്ങളുടെ പേരും ഇന്ന് ജീവന്റെ പുസ്തകത്തിൽ എഴുതും. ഈ സഭായോഗത്തിൽ നിങ്ങളുടെ രക്ഷയുടെ അനുഭവം നടക്കും. വർഷങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾ തിരിഞ്ഞു നോക്കി പറയും, ഇന്ന ജനുവരി മാസം 2024 സഭായോഗത്തിന് വെച്ച് പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയം തുറന്ന് ഞാനൊരു ദൈവ പൈതലായി തീർന്നു. അതാണ്, രക്ഷിക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവിനെ കൂടാതെ കഴിയത്തില്ല. അറിവ് കൊണ്ട് പറ്റത്തില്ല, ബൈബിൾ നോളജ് കൊണ്ട് പറ്റത്തില്ല, സഭയിൽ ക്രിസ്തീയ പെന്തക്കോസ്ത് അനുഭവത്തിൽ ജനിച്ചത് കൊണ്ട് പറ്റത്തില്ല. പലപ്പോഴൊക്കെ ഞാൻ പറയും, ദൈവത്തിന് മക്കളെ ഉള്ളു, ആരില്ല, കൊച്ചുമക്കളില്ല. പെന്തക്കോസ്തിൽ ജനിച്ചയാളാ, പാഴ്സനേജിൽ വളർന്നയാളാ ഞാൻ. അതുകൊണ്ട് ഞാൻ രക്ഷിക്കപ്പെട്ടില്ല. ഒരു ദിവസം ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ സ്പർശിച്ചതാണ് ഇന്ന് ഞാൻ ഈ സുവിശേഷവുമായി ഇവിടെ നിൽക്കുന്നത്. രക്ഷിക്കപ്പെടണമെങ്കിൽ we need the Holy Spirit. അങ്ങനെ ഒരു അനുഭവം ലഭിക്കാത്ത എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ക്രിസ്തുവിന്റെ ഒരു
പ്രതിനിധിയായി ഞാൻ ബെഗ് ചെയ്യുക, ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ദൈവത്തോട് നിരന്നുകൊല്ലുവാനുള്ള സുവർണ അവസരമാണ് ഇന്നത്തെ സഭായോഗം. നിങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി നടുവിൽ നിർത്തപ്പെട്ട ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായ ഒരുവനുണ്ട്. ദൈവത്തെയും മനുഷ്യനെയും ചേർത്ത് പിടിക്കുവാൻ, യോജിപ്പിക്കുവാൻ ക്രൂശിൽ തകർക്കപ്പെട്ട 3 ആണികളിന്മേൽ പ്രായശ്ചിത്ത മരണത്തിൽ കൂടി വീണ്ടെടുപ്പ് സാധ്യമാക്കിയ രക്ഷിതാവിലേക്ക് നിങ്ങളെ കണ്ണുകൾ ഒന്ന് പതിച്ചാൽ, ആ പിളർന്ന മാർവിലേക്ക് നിങ്ങളൊന്ന് നോക്കിയാൽ, ക്രൂശിൽ നിന്ന് ഒഴുകുന്ന ദൈവ സ്നേഹത്തിന്റെ നിറവ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളെ തൊട്ട് നിങ്ങളുടെ ചരിത്രത്തെ തിരുത്തി കുറിക്കുവാൻ അവിടുത്തെ ആത്മാവിന്റെ ശക്തി മതിയായതാണ്. രക്ഷയ്ക്ക് പരിശുദ്ധാത്മാവ് അനിവാര്യമാണ്. പക്ഷേ അവിടെ കൊണ്ട് ആത്മപ്രവൃത്തി തീരുകയല്ല. ആ ആത്മാവ്, കർത്താവിന്റെ വാക്കുകൾ എടുത്തു പറഞ്ഞാൽ, നമ്മളെ സകല സത്യത്തിലും വഴി നടത്തുന്നു. പ്രത്യേകാൽ ഈ ആത്മാവ് രക്ഷിക്കപ്പെട്ട ദൈവജനത്തെ ഉള്ളിൽ വന്ന് വസിക്കുകയും, ഉള്ളിൽ ഒരു പുതിയ ഹൃദയം, ആ ഭാഗത്തേക്കൊന്നും ഞാൻ പോകുന്നില്ല. രക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ എൻ്റെ ആത്മാവിനെ അവരുടെ ഉള്ളിലാക്കുമെന്നാണ് എഹെസ്കേൽ പ്രവാചകൻ പറയുന്നത്. ആത്മാവ് ഉള്ളിലുള്ള, ദൈവത്തോട് പ്രതികരിക്കുന്ന, ദൈവവചനത്തെ സ്നേഹിക്കുന്ന ഒരു പുതിയ പ്രകൃതം പരിശുദ്ധാത്മാവിനാൽ എനിക്ക് ലഭിക്കുകയാണ്. എന്നാൽ ബൈബിൾ നൽകുന്ന തെളിവായ വെളിപ്പാടാണ്, രക്ഷിക്കപ്പെട്ടവർക്ക് ആത്മാവിൻ്റെ ഒരു 2ാം അനുഭവം ആവശ്യമാണ്. സെക്കൻഡ് ബ്ലെസ്സിങ്. പരിശുദ്ധാത്മാവിനാൽ രക്ഷ അനുഭവിച്ചു, സത്യമാ. ഏറ്റവും നല്ല ഉദാഹരണം 3.5 വർഷം കർത്താവിന് കൂടെ നടന്ന ശിഷ്യന്മാർ. അവർക്ക് ആത്മാവിന്റെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. കർത്താവ് അവരുടെ മേൽ ഊതിയപ്പോൾ ആത്മാവ് അവരുടെ മേൽ വന്നു. പക്ഷേ അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിൽ വരുമ്പോൾ കർത്താവ് എന്താ പറയുന്നത്? യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകരുത്. പിതാവിനോട് കേട്ട ഒരു വാഗ്ദത്തമുണ്ട്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്ന് നിങ്ങൾ ശക്തി ലഭിക്കുന്ന ഒരു അനുഭവമുണ്ട്. രക്ഷയ്ക്ക് മാത്രം ആത്മാവ് അനിവാര്യമാണെന്നല്ല, ആ രക്ഷയ്ക്ക് അനിവാര്യമായ ആത്മാവ് നമ്മളെ ശക്തീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതാണ് പെന്തക്കോസ്തിന്റെ വളരെ കാതലായ ഉപദേശം, ആത്മസ്നാന അനുഭവം. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം 8-ാം വാക്യം നമുക്കറിയാം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ച് ഭൂമിയുടെ അറ്റത്തോളം. 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ വരുമ്പോൾ അത് നിവർത്തിയാകുകയാണ്. ഒന്ന് വായിച്ചേ, അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 4-ാം വാക്യം. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകൾ സംസാരിച്ചു എന്ന് നാം എടുത്തു പറയുമ്പോൾ അതിന് മുൻപുള്ള പ്രയോഗം ശ്രദ്ധിച്ചത്, എല്ലാവരും എന്ത് ചെയ്തു? ആത്മാവിനാൽ. ഇന്നെൻ്റെ പ്രാർത്ഥന, ഈ വചന ശുശ്രൂഷയുടെ ആത്യന്തിക ലക്ഷ്യം നമ്മൾ ആത്മനിറവിന്റെ അനുഭവത്തിലേക്ക് വരണം. രക്ഷിക്കപ്പെട്ട പ്രിയപ്പെട്ടവരോട് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, ആത്മാവിന്റെ നിറവെന്നൊരു അനുഭവമുണ്ട്, ആത്മസ്നാനം എന്നൊരു അനുഭവമുണ്ട്. ആത്മാവ് നമ്മളെ നിയന്ത്രിക്കുന്ന, ആത്മാവിലേക്ക് നമ്മളെ നിമജ്ജനം ചെയ്യുന്ന ഒരു അനുഭവമുണ്ട്. ആ അനുഭവം കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടിയാണ്. സ്നാപകൻ, ആത്മാവിലുള്ള സ്നാപകൻ യേശു കർത്താവാണ്. നമ്മുടെ ടെക്സ്റ്റുമായിട്ടുള്ള ബന്ധം ഞാൻ വേഗം അവിടേക്ക് എത്തുകയാ തിടുക്കത്തോടെ. നമുക്ക് തന്നിരിക്കുന്ന ആത്മാവെന്ന് പറയുമ്പോൾ ഈ ആത്മാവിന്റെ പ്രവർത്തനത്തിന്റെ 3 ഘട്ടങ്ങളാണ് പറയുന്നത്. ആത്മസ്നാനത്തെക്കുറിച്ച് അല്പം കഴിയുമ്പോൾ ഞാൻ പറയും, നമ്മുടെ ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് ഞാൻ പറയും. 3ാമത് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു. 2, ആത്മസ്നാനത്തിന്റെ അനുഭവം ഉണ്ടായി. അതുകൊണ്ട് എല്ലാം ഓക്കെ അല്ലേ? 2 വാക്ക് അന്യഭാഷ പറഞ്ഞാൽ ഇനി ഒന്നുമില്ല, ഇനി വാനമേഘ വിശുദ്ധരെ ചേർക്കുമ്പോൾ പറന്നുപോയാൽ മതി എന്നാണ് ചിലരുടെ സിദ്ധാന്തം. പക്ഷെ ബൈബിൾ പറയുന്ന കൃത്യമായൊരു സത്യമുണ്ട്. ക്രിസ്തീയ ജീവിതത്തിൽ വീണ്ടും വീണ്ടും ആത്മാവിന്റെ നിറവുകൾ നമുക്ക് ആവശ്യമാണ്. എഫെസ്യ ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യം പറയുന്നത്, വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ എന്തുണ്ടാകുന്നു? അടുത്ത വാക്ക് എന്താ പറയുന്നത്? ആത്മാവ് be continually filled with the Holy Spirit. നിരന്തരമായി
വീണ്ടും വീണ്ടും ആത്മാവിന്റെ നിറവിന് നമ്മൾ കൊതിക്കണം. അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം വായിക്കേണ്ട അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായത്തിൽ വരുമ്പോൾ പെന്തക്കോസ്ത് നാളിൽ ആത്മാവിനെ പ്രാപിച്ച അപ്പോസ്തലന്മാർ ഒരു പ്രതിസന്ധിയില്ല. ആ പ്രതിസന്ധിയിൽ പ്രത്യേകിച്ച് യോഹന്നാനെയും പത്രോസിനെയും താക്കീത് ചെയ്തു. ഈ നാമത്തിൽ ഇനിയും അവർ മടങ്ങി വന്ന് കൂട്ടാളികളുടെ അടുത്ത് വന്ന് അവർ പ്രാർത്ഥിക്കുകയാണ്, ദൈവത്തോട് അവർ അപേക്ഷിക്കുകയാണ്, ഞങ്ങൾക്ക് പ്രാഗൽഭ്യത്തോടെ ദൈവവചനം. അപ്പം ദൈവവചനം ശുശ്രൂഷിക്കാനുള്ള ആ പ്രാഗൽഭ്യത്തിന് അവർ പ്രാർത്ഥിക്കുമ്പോൾ 4:31 പറയുന്നത്, അവരെല്ലാവരും അവർ നിന്നിരുന്ന ഇടം കുലുങ്ങി, അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ, ഇവർ 2-ാം അധ്യായത്തിൽ നിറഞ്ഞവരല്ലേ, പക്ഷെ അവർക്ക് വീണ്ടും എന്ത് വേണം? നിറവിന്റെ അനുഭവം ആവശ്യമാണ്. കാരണം ആത്മാ വന്നത്, അത് ഞാൻ അല്പം കഴിയുമ്പോൾ അല്പം കൂടെ എക്സ്പ്ലെയിൻ ചെയ്തു, എന്നാലും എല്ലാവരും ശ്രദ്ധിക്കണം. ആത്മാ വന്നത് ഒരു അനുഭവം തന്നിട്ട്, ഒരു ഗുഡ് ഫീലിംഗ് തന്നിട്ട് പോകാനല്ല, ക്രിസ്തുവിന്റെ സാക്ഷിയായി തലമുറയിൽ നിൽക്കാനാണ് ആത്മാവ് തന്നത്. ആ സാക്ഷ്യം വഹിക്കുവാൻ ഞാൻ ചുവടുകൾ എടുത്തു വെക്കുമ്പോൾ വെല്ലുവിളികൾ വരും. വെല്ലുവിളികൾ വർദ്ധിക്കുമ്പോൾ ആത്മാവിന്റെ നിറവ് എനിക്ക് അധികമായി വേണം. അതാണ് ബൈബിളിലെ വെളിപ്പാട്. ഇനി നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് വരുമ്പോൾ ഇവിടെ പറയുന്ന നമുക്ക് തന്ന ആത്മാവ്, അത് രക്ഷയിൽ തന്ന ആത്മാവിനെ കുറിച്ചാണോ? അതാകാൻ സാധ്യതയില്ല. കാരണം അതിൻ്റെ പശ്ചാത്തലത്തിലേക്ക് നമ്മൾ വരുമ്പോൾ പൗലോസ് പ്രത്യേക ഒരു സന്ദർഭത്തിലേക്കാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എനിക്ക് 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ നിന്ന് കാണിക്കാനുള്ളത്, ഇത് പരിശുദ്ധാത്മ സ്നാനത്തെ കുറിച്ചാണ് പൗലോസ് പറയുന്നത്. അതിനുള്ള തെളിവ് ഞാൻ തന്നിട്ട് മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുക. 1-ാം അധ്യായം 7-ാം വാക്യം പറയുന്നത്, നമുക്ക് ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല തന്നിരിക്കുന്നത്, പിന്നെയോ ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും. ഇത് ആത്മാവിന്റെ രക്ഷയിലുള്ള പ്രവൃത്തിയെക്കുറിച്ചാണോ, അതോ ആത്മസ്നാന അനുഭവത്തെ കുറിച്ചാണോ, അതോ അത് കഴിഞ്ഞ് കിട്ടുന്ന നിറവുകളെ കുറിച്ചാണോ? ചോദ്യം വളരെ പ്രസക്തമാണ്. 6-ാം വാക്യം കൂടെ ഒന്ന് ചേർത്ത് വായിച്ചേ. 6-ാം വാക്യം, അതുകൊണ്ട് എന്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിന്റെ കൃപാവരം ജ്വലിപ്പിക്കണം. അവിടെ ഒരു പ്രയോഗം ശ്രദ്ധിച്ചേ, എന്റെ കൈവെപ്പിനാൽ. അത് വളരെ പ്രസക്തമായൊരു പ്രയോഗമാണ്. എന്റെ കൈവെപ്പിനാൽ. അത് നമുക്ക് മനസ്സിലായാൽ ഇത് ആത്മാവിന്റെ ഏത് പ്രവൃത്തിയെക്കുറിച്ചാണ് പറയുന്നതെന്ന് വ്യക്തമാകും. എൻ്റെ കൈവെപ്പ് എന്ന് പറയുമ്പോൾ എബ്രായ ലേഖനം 6-ാം അധ്യായം 1-2 വാക്യങ്ങൾ എടുക്കണ്ട. അവിടെ അടിസ്ഥാന ഉപദേശങ്ങളിൽ നിർജീവ പ്രവർത്തികളിൽ നിന്നുള്ള മാനസാന്തരം, ദൈവത്തിലുള്ള വിശ്വാസം എന്ന് തുടങ്ങിയ അടിസ്ഥാന ഉപദേശങ്ങൾ പറയുമ്പോൾ കൈവെപ്പുകളുടെ ഉപദേശം എന്ന് അവിടെ പറയുന്നുണ്ട്. ചില വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മോർണിംഗ് ബൈബിൾ സ്റ്റഡിയിൽ നാം ആ ഭാഗങ്ങൾ ഇവിടെ ധ്യാനിച്ചിട്ടുണ്ട്. കൈവെപ്പ് എന്ന് പറയുന്നത് ആദിമസഭയുടെ ഒരു വളരെ പ്രത്യേക ഉപദേശമാണ്. പ്രത്യേകിച്ച് അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായത്തിൽ വരുമ്പോൾ ശമരിയയിൽ വലിയ ഉണർവ് നടക്കുകയാണ്. ഒത്തിരി ആൾക്കാർ രക്ഷിക്കപ്പെട്ടു, ഒത്തിരി ആൾക്കാർ ദൈവകൃപയിലേക്ക് മുൻപോട്ട് വന്നു, അവരെ സമർപ്പിച്ചു. പക്ഷേ ഇത് കേട്ടിട്ട് അപ്പോസ്തോലന്മാർ ശമരിയിലേക്ക് വരികയാണ്. അതുവരെ അവർ രക്ഷിക്കപ്പെട്ടെങ്കിലും, അവര് സമർപ്പിച്ചെങ്കിലും, അവരുടെ ദൈവപ്രവൃത്തി നടന്നെങ്കിലും അവർക്ക് ആത്മാവിന്റെ നിറവ് കിട്ടിയിട്ടില്ല. 8-ാം അധ്യായം 17-ാം വാക്യം പറയുന്നത്, അപ്പോസ്തോലന്മാർ അവരുടെ മേൽ കൈവച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അവർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അവിടെ വ്യക്തമാണ്, രക്ഷയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ആത്മനിറവിന്റെ അനുഭവം ഉണ്ട്. നമ്മുടെ ബാപ്റ്റിസ്റ്റ് ബ്രദറൻ സഹോദരങ്ങൾ ചിന്തിക്കുന്നത് രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ ആത്മനിറവ് നടക്കുക അല്ല. വളരെ വ്യക്തമാണ്, ശമരിയിലുള്ള ദൈവമക്കൾ രക്ഷിക്കപ്പെട്ടെന്ന് സത്യമാണ്. പക്ഷെ രക്ഷിക്കപ്പെട്ടതിന് അനന്തരമായി ഒരു ആത്മനിറവിന്റെ അനുഭവം എങ്ങനെ കിട്ടി? എങ്ങനെ വന്നു? കൈവെപ്പിൽ കൂടി വന്നു. ആദിമസഭയിൽ ആത്മനിറവിന്റെ, ആത്മസ്നാനത്തിന്റെ അനുഭവം പലപ്പോഴും കൈവെപ്പിലായിരുന്നു. കൈവെപ്പിൽ അതിന് പല തെളിവുകളുണ്ട്, വാക്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇവിടെ തിമോത്തിയോസിന്റെ കാര്യം തന്നെ എടുത്തേ. എന്റെ കൈവെപ്പ് എന്ന് പറയുമ്പോൾ അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായം 2-ാം വാക്യം ഒന്ന് വായിച്ചിട്ട് നമുക്ക് ടെക്സ്റ്റിലേക്ക് മടങ്ങി വരണം. അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായം 2-ാം വാക്യം, അവൻ ലുസ്ത്രയിലും ഇക്കോന്യയിലുമുള്ള സഹോദരന്മാരാൽ നല്ല സാക്ഷ്യം കൊണ്ടവനായിരുന്നു. നോക്കിയേ, തിമോത്തിയോസിനെ കുറിച്ച് പറയുകയാണ്, നല്ല സാക്ഷ്യം കൊണ്ടവനാണ്, താനൊരു ശിഷ്യനാണെന്ന് 1-ാം വാക്യത്തിൽ പറയുന്നു. ഇപ്പൊ പൗലോസ് തിമോത്തിയോസിനെ കണ്ടുമുട്ടുന്നതിന് മുൻപ് ക്രിസ്തീയ ജീവിതത്തിന് സമർപ്പിക്കപ്പെട്ട
രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലാണ് ആര്? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? തിമോത്തിയോസ് പൗലോസിനെ കണ്ടു കഴിഞ്ഞിട്ടല്ല രക്ഷയിലേക്ക് വരുന്നത്. ലുസ്ത്രയിലും ഇക്കോനിയുമിൽ നിന്നും സാക്ഷ്യം കിട്ടിയ സുവിശേഷ വേലയ്ക്കുള്ള ആ ഒരു നിയോഗം ഏറ്റെടുക്കുന്നതിന് മുൻപ് കൃത്യമായ രക്ഷാ അനുഭവമുള്ള വ്യക്തിയാണ് ആര്? ഒരു സാക്ഷ്യമുള്ള ദൈവ പൈതല. മൂന്നാം വാക്യം എന്താ പറയുന്നത്? അവൻ തന്നോടുകൂടെ പോരേണം എന്ന് പൗലോസ് ഇച്ഛിച്ചു. അവൻ തന്നോട് കൂടെ പോരേണം. പൗലോസിന് കണ്ടപ്പോ ഇത് നല്ലൊരു ശിഷ്യനാണ്, ഇത് നല്ലൊരു ദൈവ പൈതല, എന്റെ ടീമിൽ ചേർത്താൽ കൊള്ളാമെന്ന് താൻ മനസ്സിലാക്കുക. എന്നിട്ട് തന്നോട് കൂടെ എന്ത് ചെയ്യുക? ചേർക്കുക. പക്ഷെ പൗലോസിന്റെ കൂടെ താൻ പോരുന്നതിന് മുൻപ് അന്നുള്ള പരിചയമാണ്. സുവിശേഷ വേലയ്ക്ക് ഒരു വ്യക്തി വേർതിരിയുമ്പോൾ എന്ത് ചെയ്യും? കൈവച്ച് തന്നെ നിയോഗിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. അത് പൗലോസ് പല തവണ തിമോത്തിയോസിനെ ഓർപ്പിക്കുന്നുണ്ട്. 1 തിമോത്തിയോസ് 4:14 എന്താ പറയുന്നത്? മൂപ്പന്മാരുടെ കൈവപ്പോട് കൂടെ പ്രവചനത്താൽ നിനക്ക് ലഭിച്ചതായി നിന്നിലുള്ള കൃപാവരം ഉപേക്ഷയായി വിചാരിക്കാതെ നിന്റെ അഭിവൃദ്ധി എല്ലാവർക്കും പ്രസിദ്ധമായി തീരേണ്ടതിന്. എന്താ ഞാൻ പറഞ്ഞു വരുന്നത്? 2 തിമോത്തിയോസ് 1:7 പറയുന്ന പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുക എന്ന് പറയുന്നത് തിമോത്തിയോസിനെ രക്ഷിക്കപ്പെട്ടപ്പോൾ കിട്ടിയ ആത്മാവിന്റെ ആ ഇൻഡ്വെല്ലിങ്ങിനെ കുറിച്ചല്ല പറയുന്നത്. തൻ്റെ ജീവിതത്തിൽ ഒരു പ്രത്യേക സന്ദർഭത്തിൽ കർത്താവിന്റെ വേലയ്ക്ക് താൻ സമർപ്പിച്ചപ്പോൾ, തന്നെ അതിനുവേണ്ടി വേർതിരിച്ചപ്പോൾ, താൻ പരിശുദ്ധാത്മ സ്നാന അനുഭവത്തിലേക്ക് വന്ന് ദൈവിക കൃപാവരം പ്രത്യേക നിലയിൽ തന്നിൽ വെളിപ്പെട്ട ഒരു സന്ദർഭമുണ്ട്. ഞാനിത് പറയുമ്പോൾ പെട്ടെന്ന് ഓർക്കുന്നത് എൻ്റെ പിതാവിനെയാണ്. എൻ്റെ പിതാവ് ആഗ്രയിൽ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ഒരു നല്ലൊരു ഭൗതിക ലെവലിൽ ജോലിയുള്ള വ്യക്തിയായിരുന്നു. താൻ കർത്താവിനെ അവിടെ വെച്ചാണ് കണ്ടുമുട്ടിയത്. വളരെ ചുരുക്കം വാക്കിൽ ഞാൻ പറയുമ്പോൾ, താൻ കർത്താവിനെ കണ്ടുമുട്ടി, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. പക്ഷെ തൻ്റെ വലിയ ആഗ്രഹമാണ് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വേണം, ഈ ആത്മസ്നാനത്തിന്റെ അനുഭവത്തിലേക്ക് വരണം. മാസങ്ങൾ താൻ കാത്തിരുന്നു. അവർ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കും, അവരുടെ കൂട്ടുകാർ അവരുടെ റൂമിലിരുന്ന് പ്രാർത്ഥിക്കുന്നു, സഭയിൽ പോയി പ്രാർത്ഥിക്കുന്നു. പല അനുഭവങ്ങൾ ഉണ്ടായി. പക്ഷേ പലർക്കും അനുഭവം ഉണ്ടായി, പക്ഷെ തനിക്കൊരു ആത്മസ്നാനത്തിന്റെ അനുഭവം ഉണ്ടാകുന്നില്ല. താൻ എന്നോട് പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറയുകയാണ്. പക്ഷെ ഒരു ദിവസം കർത്താവിന്റെ ആത്മാവ് തന്നോട് വ്യക്തമായി ഇടപെട്ട് താൻ സുവിശേഷ വേലയ്ക്ക് ജോലി രാജിവെച്ച് ഇറങ്ങാൻ തീരുമാനിച്ചു. എന്ന് താൻ സുവിശേഷ വേലയ്ക്ക് തീരുമാനം എടുത്തോ അന്ന് താൻ പരിശുദ്ധാത്മാവിന്റെ നിറവ് അനുഭവിച്ച് അന്യഭാഷ അടയാളത്തോട് കർത്താവിനെ സ്തുതിക്കാനിടയായി തീർന്നു. ഇത് വായിച്ചപ്പോൾ, ഇത് പഠിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ ഓർത്തുപോയത്, തിമോത്തിയോസിന്റെ ജീവിതത്തിൽ നല്ല സാക്ഷ്യമുണ്ട്. പക്ഷെ തന്നിൽ ദൈവിക കൃപാവരങ്ങൾ ഇറങ്ങി വന്ന ആത്മാവിന്റെ ദാനം വ്യക്തമായി അനുഭവിച്ച ഒരു സന്ദർഭമുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. മൂപ്പന്മാരുടെ കൈവെപ്പിനാൽ എന്താ? നിന്നിൽ നീ പ്രാപിച്ച കൃപാവരം നീ ഓർത്തുകൊള്ളുക. പ്രവചനത്താലെ, മൂപ്പന്മാരുടെ കൈവെപ്പിനാലെ നിനക്ക് കിട്ടിയ ഒരു ആത്മാവിന്റെ ദാനമുണ്ട്. ഞാൻ എന്താ പറഞ്ഞു വരുന്നത്? 1:6 പറയുന്നു. 1:6 2 തിമോത്തിയോസ് എന്താ പറയുന്നത്? അതുകൊണ്ട് എന്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിന്റെ കൃപാവരം ജ്വലിപ്പിക്കണം എന്ന് നിന്നെ ഓർമ്മപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ, തിമോത്തിയോസെ, നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞ, തിമോത്തിയോസെ നീ രക്ഷിക്കപ്പെട്ടവനാ. തിമോത്തിയോസെ, നിന്നെ കൈവച്ച് വേർതിരിച്ചപ്പോൾ ആത്മനിറവ് നീ അനുഭവിച്ചു, ആത്മസ്നാന അനുഭവം നടന്നു. പക്ഷെ ഇന്ന് നീ വെല്ലുവിളികളുടെ നടുവിലായിരിക്കുമ്പോൾ നിനക്ക് ജ്വലനം ആവശ്യമാണ്. ആത്മാവിന്റെ വീണ്ടുമുള്ള നിറവിനു വേണ്ടി, വീണ്ടുമുള്ള ജ്വലനത്തിനു വേണ്ടി നിന്നെ തന്നെ സമർപ്പിക്കണം. ആത്മസ്നാനം കിട്ടി, കൃപാവരം കിട്ടി, ശുശ്രൂഷക്കുള്ള നിയോഗം കിട്ടി. ഇനി ജ്വലിക്കണം. ഇനിയുള്ള വെല്ലുവിളികളെ നേരിടണമെങ്കിൽ ആത്മാവിന്റെ ഒരു പുതിയ പങ്ക് നിനക്ക് ആവശ്യമാണ്. എന്നിട്ടാണ് 1:7 വരുമ്പോൾ നമുക്ക് ഭീരുത്വത്തിന്റെ നമുക്ക് ലഭിച്ചത് ഹോളി സ്പിരിറ്റ്. വീണ്ടും ജനിച്ച വ്യക്തി ആത്മസ്നാനത്തിനായി കാത്തിരുന്ന് ആർക്കുമേവാൻ സാധ്യമല്ലാത്ത ആത്മശക്തി ലഭ്യമാകാൻ
ആർത്തി പൂണ്ട് കാത്തിരുന്ന കാലമാതിങ്കൽ ആർത്തിയെ തീർത്ത് എൻ്റെ ആർത്തിയെ മായ്ച്ചു കളയുവാൻ അവിടുത്തെ വാഗ്ദത്തത്തിന്റെ ആവിയാൽ നിറച്ച അനുഭവം പെന്തക്കോസ്തിന്റെ ആദ്യ തലമുറയിൽ പാടിയതുപോലെ ഇന്നും രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ആത്മസ്നാന അനുഭവത്തിന് കാത്തിരിക്കണം. കാരണം എന്താ? ഇവിടുന്ന് ശ്രദ്ധിച്ചേ, 7-ാം വാക്യം എന്താ പറയുന്നത്? നമുക്ക് ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല എന്ന് പറഞ്ഞാൽ, രക്ഷിക്കപ്പെട്ട ദൈവകൃപ പ്രാപിച്ച കൃപയിലേക്ക് വന്ന തീമോത്തിയോസ് ശരിയായ ദൈവബന്ധമുണ്ട്. പക്ഷേ തന്നെ പരിമിതപ്പെടുത്തുന്ന ചില അനുഭവങ്ങളാണ് ഈ വാക്ക് സൂചിപ്പിക്കുന്നത്. ഭീരുത്വം എന്ന വാക്ക് ഒന്ന് ശ്രദ്ധിച്ചേ. ഭീരുത്വം എന്ന വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ വാക്കാ. തീമോത്തിയോസിനെ സംബന്ധിച്ചിടത്തോളം 1 കൊരിന്ത്യർ ലേഖനം 16-ാം അധ്യായം 10-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചാലും. 1 കൊരിന്ത്യർ ലേഖനം 16-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം. തിമോത്തിയോസ് വന്നാൽ അവൻ നിങ്ങളുടെ ഇടയിൽ നിർഭയനായിരിക്കാൻ നോക്കുവീൻ. അവൻ നിങ്ങളുടെ ഇടയിൽ നിർഭയനായിരിക്കാൻ. ഈ വാക്യങ്ങളെല്ലാം ചേർത്ത് പഠിക്കുമ്പോൾ ദൈവവചനം പഠിക്കുന്നവർ തിമോത്തിയോസിന് ഒരു പേര് കൊടുത്തിട്ടുണ്ട്. ടിമിഡ് തിമത്തി. എന്താ? ടിമിഡ് തിമത്തി. തൻ്റെ ടി തൻ്റെ പേരിനോട് വളരെ റൈം ചെയ്യുന്ന പേര് പറഞ്ഞ ഭീരുവായ. കാരണം പൗലോസ് പറയാണ്, എന്നെ പോലെ കർത്താവിന്റെ വേല ചെയ്യുന്ന ആള് തിമോത്തിയോസ്. പക്ഷെ അവൻ വന്നാൽ എന്ത് ചെയ്യരുത് നിങ്ങളുടെ നടുവിൽ. എന്നാൽ തിമോത്തിയോസിന് വ്യക്തിപരമായ തൻ്റെ വ്യക്തിത്വത്തിൽ ചില പരിമിതികളുണ്ട്. ഞാനത് എടുത്തു പറയുന്നത് ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്പിരിറ്റ് ബാപ്റ്റിസം, ആത്മസ്നാനത്തിന്റെ അനിവാര്യത ഞാൻ പറയുകയാണ്. തിമോത്തിയോസ് എന്ന വ്യക്തിയിൽ തനിക്ക് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം, 4 പേരോട് സുവിശേഷം പറയണം, തന്നെ എഫെസോസിലാക്കിയ വേല നിവർത്തിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിലും വ്യക്തിത്വത്തിൽ കൂടിയിരിക്കുന്ന ചില പരിമിതികൾ, ചില ഭയങ്ങൾ. അടുത്ത വാക്യത്തിൽ 8-ാം വാക്യം എന്താ പറയുന്നത്? എൻ്റെ ക്രിസ്തുവിന്റെ സാക്ഷ്യം നിമിത്തമോ തൻ്റെ ബദ്ധനായ എന്നെക്കുറിച്ച് എന്ത് ചെയ്യരുത്? ലജ്ജിക്കരുത്. നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് മനസ്സിലാക്കാൻ ആത്മാവിന്റെ സ്നാനം പ്രാപിക്കുന്നതിന് മുൻപുള്ള ശിഷ്യന്മാരെ നോക്കിയാൽ പോരെ. മുറി അടച്ചിരിക്കുക, ഭയന്നിരിക്കുക, ആരെയും ഫേസ് ചെയ്യാനുള്ള ധൈര്യമില്ല. യെരുശലേമിൽ അവരുടെ ഗുരുനാഥൻ മരിച്ചു, തൻ്റെ ശരീരം മോഷ്ടിച്ചു കൊണ്ടുപോയോ എന്ന് നാട്ടുകാർ കുറ്റം പറയുന്നു. അവരുടെ കൂടെ ഇരുന്ന ഒരാൾ കെട്ടിഞ്ഞാൻ ചത്തു. ഈ നാട്ടിൽ ഇറങ്ങി നിന്ന് കർത്താവിന്റെ സാക്ഷിയാകുമെന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് പണി പറ്റത്തില്ല. പക്ഷെ കർത്താവ് പറയാണ്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നാൽ, ശക്തി ലഭിച്ചാൽ, ഭയങ്ങളിൽ നിന്ന്, സ്വാഭാവികമായ പരിമിതികളിൽ നിന്ന്, സ്വാഭാവികമായി ഒതുക്കി വെച്ചിരിക്കുന്ന അവസ്ഥകളെ പൊട്ടിയെറിഞ്ഞ് അതിൽ നിന്ന് സടകുളഞ്ഞെഴുന്നേറ്റ് യേശുവിന്റെ സാക്ഷിയായി നിൽക്കണമെങ്കിൽ തിരുവല്ലായിലും കോയിപ്പുറം പഞ്ചായത്തിലും റാന്നിയിലും പത്തനംതിട്ടയിലും യേശുവിന് വേണ്ടി മടികൂടാതെ നിൽക്കണമെങ്കിൽ വ്യക്തിപരമായ പരിമിതികളെ അതിജീവിക്കുന്ന ഹോളി സ്പിരിറ്റിന്റെ പവർ വ്യക്തിയുടെ ആഴത്തത്തിലേക്ക് ഇറങ്ങി വരണം. ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ലെന്ന് തന്നെന്ന് പറയുമ്പോൾ നാച്ചുറലായി, സ്വാഭാവികമായി ആത്മാവിനാൽ പ്രയോജനപ്പെടുന്ന ഒരു വ്യക്തി ആകാതിരിക്കുവാൻ എന്നിൽ ഒത്തിരി പരിമിതികളുണ്ട്. തിമോത്തിയോസിൽ ഒത്തിരി പരിമിതികളുണ്ട്. പൗലോസ് പറയാണ്, നിനക്ക് തന്നിരിക്കുന്ന ആത്മാവ് നിന്റെ വ്യക്തിപരമായ ഇൻട്രോവേർട്ട് ആകാം, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആകാം, നിന്റെ ടിമിഡിറ്റി ആകാം, ഫിയർ ആകാം, അതിനെ അതിജീവിക്കുവാൻ നിന്നെ ശാക്തീകരിക്കുന്ന ഒരു ഹോളി സ്പിരിറ്റ് ഉണ്ട്. ആ ആത്മാവിന്റെ ശക്തി നിന്നെ പുറത്തു കൊണ്ടിരുന്ന ആത്മാവാ. ദൈവം തന്ന കൃപ, ദൈവം തന്ന വെളിച്ചം, അത് പറയും കീഴിൽ മറച്ചു വെക്കാനുള്ളതല്ല, ആ കട്ടിക്കീഴ വെക്കാനുള്ളതല്ല. അത് തണ്ടിന്മേൽ ശോഭിക്കണമെങ്കിൽ, മലമേലിരിക്കുന്ന പട്ടണം പോലെ നമ്മുടെ വെളിച്ചം ദേശം കാണണമെങ്കിൽ ആത്മാവിന്റെ ശക്തി ഈ NLAG ദൈവസഭയിൽ ഇന്ന് കഴിഞ്ഞ നാളുകളിലേക്കാൾ എന്ന പോലെ അല്ല, അതിനേക്കാൾ അധികമായ ആത്മാവിന്റെ ശക്തീകരണം സഭയുടെ നടുവിൽ വെളിപ്പെട്ടേ മതിയാകൂ. ടിമിഡിറ്റി, ഭയം. ഡീലിയ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക യവനായ വാക്ക. അത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് മുൻപോട്ട് ദൂതിന്റെ കാതലായ ഭാഗത്തിലേക്ക് വരികയാ. ഡീലിയ എന്ന് പറയുന്നത് ഒരു യുദ്ധത്തിലെ ടെർമിനോളജിയാ. യുദ്ധത്തിലെ ടെർമിനോളജി എന്ന് പറഞ്ഞാൽ യുദ്ധം അതിന്റെ മൂർധന്യാവസ്ഥയിൽ മുന്നേറുമ്പോൾ
യുദ്ധത്തിന്റെ ഭീകരത കണ്ട് ഒരു പടയാളി ചിന്തിക്കുക, ഓ ഇനി മുന്നോട്ട് പോയാൽ എൻ്റെ കാര്യം പോക്ക, ഞാൻ എന്ത് ചെയ്യുക? യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്ന കവഡൈസ്. ഭീരുത്വം എന്ന് പറയുന്നത് ഒരു ധീരനായ പടയാളിയെ യുദ്ധം ചെയ്യുവാൻ ഒരു കമാൻഡറിനെ പട ചേർത്തു. ആ പട ചേർത്ത കമാൻഡറിന്റെ ആജ്ഞ അനുസരിച്ച് മുന്നോട്ട് പോകുവാൻ തടസ്സമായി എന്നെ ഭയം നിയന്ത്രിക്കുക. ഞാൻ പണ്ട് വായിച്ചൊരു കഥ ഓർത്തു പോകുക. അലക്സാണ്ടർ മഹാന്റെ സൈന്യത്തിൽ ഒരു ഭീരുവായ ഒരു പടയാളി ഉണ്ടായിരുന്നു. പുള്ളിയുടെ പേരെന്തായിരുന്നു? അലക്സാണ്ടർ. ഈ മനുഷ്യന്റെ ഭീരുത്വം കൊണ്ട് അലക്സാണ്ടർ വളരെ സഹികെട്ടിട്ട് അവസാനം ഈ പടയാളിയോട് വന്നു പറഞ്ഞു, ഒന്നെങ്കിൽ പേര് മാറ്റണം, അല്ലെങ്കിൽ നിന്റെ ഭീരുത്വം മാറ്റണം. അതാണ് ആ ഡിലിയ എന്ന ആ പദത്തിന്റെ അർത്ഥം. ഒരു യുദ്ധത്തിൽ നിന്ന് പിന്മാറുവാനുള്ള, പറഞ്ഞാൽ ഡേഞ്ചർ, റിസ്ക്, അപകടം, പറഞ്ഞാൽ വെല്ലുവിളി, എനിക്ക് നഷ്ടം വരുന്ന, അത് ജീവഹാനിയാകട്ടെ അല്ലാതെ എന്തെങ്കിലും ചേതനയേൽക്കുന്നതാകട്ടെ, എനിക്കൊരു റിസ്ക് ഉണ്ട്, എനിക്കൊരു നഷ്ടം വരാൻ സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഞാൻ എന്ത് ചെയ്യുക? എന്നെ തന്നെ റിസ്ക് ഫ്രീ ആക്കുന്ന, എന്നെ തന്നെ കംഫർട്ടബിൾ ആക്കുന്ന ഒരു പ്രവണത അല്ലേ? നമുക്ക് എല്ലാവർക്കും ഇഷ്ടം എന്താ? ലൈഫ് ഇച്ചിരി കംഫർട്ടാകണം. വെല്ലുവിളികളില്ലാത്ത, റിസ്ക് ഇല്ലാത്ത, എല്ലാം നമ്മുടെ ഇഷ്ടത്തിനൊത്തവണ്ണം കാര്യങ്ങളെല്ലാം അടുക്കിന്. 2020 എല്ലാം ഒരു അടുക്കിന് വരണം. വലിയ പ്രശ്നമോ വലിയ തലവേദനയോ വലിയ സ്ട്രെസ്സോ ടെൻഷനോ ഒന്നുമില്ലാതെ നമുക്കൊന്ന് അല്പം കൂളായിട്ട്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ക്രിസ്തീയ ജീവിതം അങ്ങനെ സുഖത്താവളങ്ങളിലേക്ക് പിൻവലിയാനുള്ള ആഹ്വാനമല്ല. വെല്ലുവിളികളെയും റിസ്കുകളെയും മുൻപിൽ കണ്ടുകൊണ്ട് അതിലേക്ക് എന്നെ തള്ളിവിടുന്നത്, പൗലോസ് പറയുകയാണ്, നിന്നിൽ തന്നെ ആത്മാവിന്റെ പ്രത്യേകത നിന്നെ ഉൾവലിക്കുന്ന ആത്മാവിനല്ല, നിന്നെ പുറത്തു കൊണ്ടുവന്ന് നിന്റെ സുഖതാവളങ്ങളിൽ നിന്ന് ദൗത്യത്തിലേക്ക് നിന്നെ തള്ളിവിടുന്ന ഒരു ഹോളി സ്പിരിറ്റ് ആണ് നിന്നിൽ പകർന്നിരിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ ശക്തീകരണം കിട്ടിയിട്ടുണ്ടോ? ആത്മാവ് ആളത്തത്തിൽ വന്നത് അനുഭവിച്ചിട്ടുണ്ടോ? ഇതിൽ ആത്മസ്നാനത്തെക്കുറിച്ച് അല്പം കഴിയുമ്പോൾ ഞാൻ പറയാം. രക്ഷിക്കപ്പെടുന്ന നിമിഷം പലപ്പോഴും ഉള്ളിൽ നടക്കുന്നതുകൊണ്ട് ശരീരത്തിലൊന്നും അനുഭവിക്കത്തില്ല. പക്ഷെ ആത്മസ്നാനം വളരെ എവിഡന്റാ. ഇത് ശരീരത്തിലും അനുഭവിക്കുമെന്നാണ് ഞാൻ ബൈബിളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പക്ഷെ ചോദ്യം ഇതാ, ശരീരത്തിലൊരു നല്ല അനുഭവം ഉണ്ടായി വീട്ടിൽ പോയതല്ല ആത്മസ്നാനത്തിന്റെ വിജയം. ആത്മസ്നാനം നടന്നിട്ടുണ്ടെങ്കിൽ സാക്ഷിയായി, വെല്ലുവിളികൾക്ക് അപ്പുറമായി, പുറത്തേക്ക് ദൂതുമായി ഇറങ്ങുന്ന ഒരു കൂട്ടമായി നമ്മൾ മാറിയില്ലെങ്കിൽ പെന്തക്കോസ്ത് എന്ന ഒരു വെറും പേരാണ്, ഒരു കഥയുമില്ല, അതും ഒരു മതമായി മാറുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്, ആത്മസ്നാനം എന്ന് പറയുന്നത് നമ്മുടെ ടിമിഡിറ്റിയെ ഇല്ലായ്മ ചെയ്യുന്ന, നമ്മുടെ ആ കംഫർട്ടിലേക്കുള്ള പിൻവലിച്ചിലിനെ മാറ്റി നമ്മളെ പുറത്തു കൊണ്ടിരുന്നതാണ് പരിശുദ്ധാത്മാവിന്റെ സ്നാനവും പരിശുദ്ധാത്മാവ് തരുന്ന ദൂതുകളും. ഇന്നത്തെ ദൂതുകൾ വേറെയാ, ഇന്നത്തെ ആത്മാവ് വേറെയാ. ഇന്ന് പറയുന്നത് അഭിഷേകം വന്നുകൊണ്ടാണ് കാശ് വന്നത്. ഒരു വലിയ കൺവെൻഷനിൽ പ്രസംഗിക്കുന്ന കേട്ടതാണ്, കാണുന്നുണ്ടോ വലിയ കെട്ടിടങ്ങളൊക്കെ, വലിയ കൺവെൻഷൻ, അവിടെ പറയും ഈ കെട്ടിടങ്ങളും ഈ വലിയ ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെ കാണുന്നുണ്ടോ? ആത്മാവ് വന്നതുകൊണ്ടാണ് കാശ് വന്നത്. ആത്മാവ് വരുന്നത് കാശ് തരാനോ എന്നെ അംബാനി ആക്കാനോ അല്ല. ആത്മാവ് വരുന്നത് എൻ്റെ സുഖതാവളങ്ങളിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരാനാ. അല്പം കൂടെ ഞാൻ ഇത് വിശദമാക്കാൻ പോകുക. ഇന്നത്തെ ചില കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും. 1 തിമോത്തിയോസ് 1 അധ്യായം അതിൻ്റെ 18 വാക്യം ഒന്ന് വായിച്ചേ. അവിടെ ഈ കൈവെപ്പ് നടന്ന സന്ദർഭത്തെ കുറിച്ചാണ് പൗലോസ് ഓർപ്പിക്കുന്നത്. 1 തിമോത്തിയോസ് 1 അധ്യായം 18 വാക്യം. മകനെ തിമോത്തിയോസേ, നിന്നെ കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾക്ക് ഒത്തവണ്ണം ഞാൻ ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നു. അവിടെ നിന്ന് നിൽക്കണമേ. നിന്നെ കുറിച്ച് മുൻപുണ്ടായ 4:14 നമ്മൾ വായിച്ചു. തന്നെ കൈവച്ചപ്പോൾ തന്നെ കുറിച്ച് ചില പ്രവചനങ്ങൾ. ഇവിടെ പറയാണ്, നിന്നെ കുറിച്ച് മുൻപുണ്ടായ പ്രവചനങ്ങൾക്ക് ഒത്തവണ്ണമായ. പൗലോസ് ഈ 2 കത്തുകളിൽ എഴുതുന്ന ആജ്ഞകൾ, ഉപദേശങ്ങൾ, പ്രോത്സാഹനങ്ങൾ
പണ്ട് തിമോത്തിയോസിന്റെ തലയിൽ കൈവച്ച് പറഞ്ഞ ദൂതുകളോട് ചേർന്ന് നിൽക്കുന്ന ഉപദേശമാണ്. ഇന്ന് ബൈബിൾ ഉപദേശം ഒരിടത്ത് നിൽക്കുന്നു, പ്രവചനം അതിന് നേരെ. പലയിടത്തും ഞങ്ങൾ ശുശ്രൂഷിക്കാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന വലിയ വെല്ലുവിളിയാണ്. ഒരു സെഷനിൽ ഞങ്ങൾ പോയി ശുശ്രൂഷിക്കും, വചനം പറയും. അടുത്ത സെഷനിൽ വരുന്ന പ്രവാചകൻ ഇതിന് നേരെ തിരിച്ചുകൊണ്ട് ആൾക്കാർ വളരെ പരമാർത്ഥമായി എന്നോട് ചോദിച്ചിട്ടുണ്ട്, പാസ്റ്റർ അത് വിശ്വസിക്കണോ? പൗലോസ് പറയാണ്, ഞാൻ പറയുന്ന ആജ്ഞ നിനക്ക് കിട്ടിയ പ്രവചനത്തിന് അല്ല, നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ പ്രവചന ദൂത്, ആത്മപ്രവൃത്തി വചനത്തിന് കോൺട്രാഡിക്റ്റ് ചെയ്യത്തില്ല. ചിലർ ചിന്തിക്കുന്നത് വചനത്തിന് അപ്പുറം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. വചനത്തിലുള്ളതിന് വിപരീതമായി പ്രവചനം ഒരിക്കലും വരത്തില്ല. അങ്ങനെ പ്രവചനം വരുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൽ നിന്നല്ല, ആത്മാവിൽ നിന്നല്ല. തിമോത്തിയോസിന് കിട്ടിയ പ്രവചനം നിന്നെ കംഫർട്ടബിൾ ആക്കാം, നിന്നെ മാനിക്കാം, നിന്നെ ആദരിക്കാം, നീ വാലല്ല തലയാണെന്നല്ല പ്രവചനം കിട്ടിയത്. തിമോത്തിയോസിന് കിട്ടിയ പ്രവചനം തന്നെ ഒരു യുദ്ധസേവയ്ക്ക് തയ്യാറാക്കുന്ന പ്രവചനം. ആ വാക്യം വായിച്ച് ഞാൻ കൈനിട്ടൊന്നും പറയുകയല്ല, ആ വാക്യത്തിലെല്ലാം ഉണ്ട്. നീ വിശ്വാസവും നല്ല മനസാക്ഷിയും ഉള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. നല്ല യുദ്ധസേവ പറഞ്ഞാൽ നിന്റെ സുഖത്താവളങ്ങളിൽ നിന്ന് പുറത്തു വന്ന് ദൂതുമായി യേശുവിന് വേണ്ടി കാലഘട്ടത്തിൽ നിൽക്കണം. അതിനൊരു യുദ്ധമുണ്ട്. നിന്നെ ഒരു യുദ്ധത്തിലേക്ക് പടചേർക്കുവാനുള്ള ദൂതാണ് തിമോത്തിയോസിന് കിട്ടിയേ. ഒരു യുദ്ധസേവയ്ക്കുള്ള ഒരുക്കമാണ് തനിക്ക് കിട്ടിയ ദൂത്. തനിക്ക് കിട്ടിയ ആത്മാവ് ഒരു യുദ്ധസേവയ്ക്ക് ധൈര്യം പകരുന്ന ആത്മാവാണ്. പക്ഷെ ഇന്നത്തെ വലിയ വെല്ലുവിളി, ഇന്നത്തെ വലിയ ട്രാജഡി എന്താ? ഇന്ന് കിട്ടുന്ന ആത്മാവ് യുദ്ധസേവയ്ക്ക് ഒരുക്കുകയല്ല, 4 ചുവരിനുള്ളിൽ രണ്ടാമത്തെ പാട്ടിന് ഒരു ഉണർവും ചൈതന്യം ഉണ്ടാകാൻ മാത്രമേ ഇന്ന് നമുക്ക് കിട്ടുന്ന ആത്മാവിന് ശക്തി ഉള്ളെന്നാണ് ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നത്. കഷ്ടം. നമുക്ക് കിട്ടിയ പ്രവചനം, ഇവിടെ ഇരിക്കുന്നവർക്ക് എനിക്കറിയത്തില്ല, എന്നെക്കുറിച്ചും നമ്മളെക്കുറിച്ചും ഒക്കെ ശുശ്രൂഷയിലുള്ളവരെ കുറിച്ചും അല്ലാത്തവരെ കുറിച്ചൊക്കെ ഇഷ്ടം പോലെ പ്രവചനങ്ങൾ കേട്ടവരിവിടെ കണ്ടേക്കാം. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ കേട്ട പ്രവചനം എന്തെങ്കിലും യുദ്ധസേവയ്ക്ക് വേണ്ടി ഒരുക്കുന്ന പ്രവചനമായിരുന്നോ? നിന്റെ ജീവിതത്തിലെ യുദ്ധമെല്ലാം തീർന്ന് 2024 ഒരു വിശ്രമം ഞാൻ കാണുന്നു എന്നുള്ള ദൂതാണോ കേട്ടത്? തിമോത്തിയോസേ, വിശ്രമത്തിന്റെയും സുഖലൗലിപതയുടെയും ഭൂമിയിൽ കിട്ടാൻ പോകുന്ന മാന്യതയുടെയും ദൂതല്ല നീ കേട്ടത്. യുദ്ധസേവയ്ക്ക് വിശ്വാസത്തോടും നല്ല മനസാക്ഷിയോടും പോരാടാനുള്ള ദൂത നീ കേട്ടത്. കഴിഞ്ഞ ദിവസം വലിയൊരു മഹായോഗം പ്രസംഗിക്കുന്ന ആള്, വലിയൊരു സെലിബ്രിറ്റി, വലിയൊരു താരമെന്നൊക്കെ പറയാം, അതിനപ്പുറം ഒന്നും എന്നോട് ചോദിക്കരുത്. ആയിരങ്ങൾ, അത്ര 10,000 ഉണ്ടോന്ന് എനിക്കറിയത്തില്ല, ആയിരങ്ങളുണ്ട്. ദൂതെന്താ? വാതിൽ തുറക്കാൻ പോകുക, വിടുതലിന്റെ വാതിൽ, സൗഖ്യത്തിന്റെ വാതിൽ, യേശു വാതിലാണെന്ന് പറഞ്ഞ് പല വാതിലുകളെ കുറിച്ച് പറയുക. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അവസാനം ഓൾട്ടർ കോൾ, രക്ഷിക്കപ്പെടാനുണ്ടെന്നൊക്കെ ചോദിച്ചു. അത് കഴിഞ്ഞ് ആളൊന്നും കാണാഞ്ഞോണ്ടായിരിക്കാം. പിന്നെ മുഴയുള്ളവർ, വിടുതൽ വേണ്ടിയവർ, സൗഖ്യം വേണ്ടിയവർ എല്ലാവരും മുന്നേ എല്ലാവരും കൂടി കഴിഞ്ഞിട്ട് പറയാ, നോർത്ത് ഇന്ത്യയിൽ ആർക്കൊക്കെ പോകാൻ താല്പര്യമുണ്ട്? ദൂത് പറഞ്ഞത് നിനക്കിത് കിട്ടും, നിനക്ക് വേണ്ടിയ മാന്യതകൾ, ആദരവുകൾ, നിന്നെ ഉയർത്തേണ്ടടുത്ത് ദൈവം ഉയർത്താൻ പോകുക എന്നൊക്കെ പറഞ്ഞ് പന്തൽ ഇളക്കി മറിച്ചിട്ട് കുറെ പേര് മുന്നേ വന്നപ്പോൾ നോർത്ത് ഇന്ത്യ പോകാൻ ആരൊക്കെ താല്പര്യമുണ്ട്? 1ാം ക്ലാസ് തട്ടിപ്പല്ലേ, തട്ടിപ്പ്, മാനിപ്പുലേഷൻ നമ്പർ 1, കൃത്രിമപ്പണി. ഇതെന്തുവാ? ദൂത് വേറെയാ, ആഹ്വാനം വേറെയാ. പൗലോസ് പറയുന്നത്, നീ കേട്ട ദൂതും നിനക്ക് കിട്ടിയ ആത്മാവും നിന്നിൽ വന്ന ആഹ്വാനവും ഒന്നാണ്. ഇന്നൊരു അവിയൽ പരുവത്തിൽ പെന്തക്കോസ്ത് ഗോളമായിരിക്കുക. ശക്തി എന്ന് 4 വട്ടം നീട്ടി പറഞ്ഞാൽ ശക്തി വെളിപ്പെടത്തില്ല. ദൂതും നിയോഗവും പ്രവചനവും ആത്മനിറവും എല്ലാം ഒറ്റ ലക്ഷ്യത്തിൽ നിൽക്കണം. സുവിശേഷീകരണം, ആത്മാക്കളുടെ വിടുതൽ, സഭയുടെ ഉദ്ധാരണം, ദൈവരാജ്യത്തിന്റെ കെട്ടുപണി, അതല്ലാത്തതെല്ലാം തട്ടിപ്പ. ആത്മാക്കളുടെ വിടുതൽ, ശിക്ഷത്വത്തിലേക്കുള്ള പരിശീലനം, ദൈവവചനത്തിലേക്ക് സഭയെ മടക്കി വരുത്തുക, ഇതൊക്കെയാണ് ആത്മാവിന്റെ ദൗത്യം. അല്ലാതെ മുന്തിയ വണ്ടി എൻ്റെ കാർ പോർച്ചിൽ ഇരിക്കുന്നതും എൻ്റെ വീട് ഇങ്ങനെ പൊങ്ങി 3ാം നില വരെ പൊങ്ങുന്നതുമല്ല ആത്മാവിന്റെ നടത്തിപ്പും ദൂതും. അതെല്ലാം തട്ടിപ്പ.
തിമോത്തിയോസെ, നീ കേട്ട ദൂതിനൊത്തവണ്ണം ഞാൻ ഒരു ആജ്ഞ നൽകുകയാണ്. നിനക്ക് കിട്ടിയ ദൂത് ഒന്നാണ്, നിനക്ക് കിട്ടിയ ആത്മാവ് ഒന്നാണ്, അതിന്റെ ലക്ഷ്യം ഒന്നാണ്. നിന്നെ ഭീരുത്വത്തിൽ നിന്നും സുഖതാവളങ്ങളിൽ നിന്നും പുറത്തു കൊണ്ടിരുന്ന ഒരാത്മപ്രവൃത്തി. ഇന്ന് നമ്മൾ പല കാര്യങ്ങളും ഇങ്ങനെ എടുത്തു പറയുമ്പോൾ നമ്മളിലേക്ക് നമ്മുടെ കണ്ണൊന്ന് പതിപ്പിക്കണം. നമുക്ക് കിട്ടിയ ആത്മാവേദ? ഒരു ബെറ്റർ 2024, 23 എന്താ നാടൻ ഭാഷ പറഞ്ഞ കട്ടപ്പുകയായിരുന്നു. 24 ഒരു ആശ്വാസം കാത്തിരിക്കുന്ന ഒത്തിരി പേര് കണ്ടേക്കാം. വേണ്ടിയ ആശ്വാസവും വിടുതലും അവിടുത്തെ ഹിതത്തിൽ കർത്താവ് നൽകട്ടെ എന്ന് ഞാനും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു. പക്ഷെ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സുഖതാവളങ്ങളിൽ ഒതുങ്ങി നിൽക്കുവാനല്ല. നമ്മുടെ ജീവിതത്തിന്റെ ആ ജീവിതചര്യ, റൂട്ടീൻ ക്രിസ്ത്യാനിറ്റിയിൽ, ഒരു കോംപ്ലസന്റ് ക്രിസ്ത്യാനിറ്റിയിൽ, ഒരു പൊത്തുവരുത്ത തള്ളിക്കൂട്ടിയ ആത്മികതയിൽ തളം കെട്ടി നിൽക്കാനല്ല. ഉള്ളിൽ ദൈവം പകരുന്ന കൃപകളെ ജ്വലിപ്പിച്ച് ആത്മശക്തിയോടെ ദേശത്തിലേക്ക് സുവിശേഷവുമായി ഇറങ്ങാനുള്ള ആഹ്വാനമാണ് ഈ പുതുവർഷം പരിശുദ്ധാത്മാവ് NLAG ദൈവസഭയ്ക്ക് നൽകുന്നത്. ആത്മസ്നാനം എന്നൊരു അനുഭവമുണ്ട്. അത് തട്ടിപ്പും വെട്ടിപ്പും കൃത്രിമ പണി നടത്തി ആൾക്കാരെ ഒന്നും വികാരത്തിന്റെ മുൾമുനയിൽ കൊണ്ട് നിർത്തുന്നതല്ല. ശരിയായ മോട്ടിവേഷനാണ് ആത്മാവിന്റെ ദൂതുകൾ നൽകുന്നത്. ഇതുവരെ ജീവിതം എങ്ങനെയാണെന്ന് അറിയത്തില്ല, പക്ഷെ ആത്മാവിനെ കിട്ടിയാൽ നീ യുദ്ധക്കളത്തിലാണ്. ക്രിസ്തീയ ജീവിതം കളിക്കളമല്ല, ഒരു പോർക്കളത്തിലാണ്. പോരാട്ടം അധികമുണ്ട്, ശത്രു അധികമുണ്ട്, വൈരി വളരെ പ്രബലമാകുമെന്ന് തോന്നുന്ന സാഹചര്യങ്ങളുണ്ട്. ഈ യുദ്ധത്തിൽ മുന്നേറണം. അതിനുള്ള നിയോഗമാണ് ആത്മാവ് സഭയിലുള്ള ജീവിതങ്ങളിൽ പകരാൻ ആഗ്രഹിക്കുന്നത്. നമ്മളൊക്കെ പല വെല്ലുവിളികളിൽ കൂടി പോകുന്നവരാ. തിമോത്തിയോസിന്റെ ടിമിഡിറ്റി മാത്രമല്ല, എഫെസോസിൽ തലപൊക്കി നിൽക്കുന്ന ഒത്തിരി വിഷയങ്ങളുണ്ട്. പൗലോസ് പറയുന്നത്, നിനക്ക് കിട്ടിയ ആത്മാവ് എന്താണെന്നൊരു വ്യക്തത ഉണ്ടെങ്കിൽ നിനക്ക് സാഹചര്യങ്ങളെ അതിജീവിക്കാൻ കഴിയും. ദൂതിൽ ഞാൻ അല്പം മുൻപോട്ട് പോകട്ടെ. 7-ാം വാക്യം, 2 തിമോത്തിയോസ് 1-ാം അധ്യായം 7-ാം വാക്യത്തിന്റെ ആദ്യ പ്രയോഗമാണ് നിങ്ങളുടെ മുൻപിൽ ഞാൻ കാണിക്കുന്നത്. നമുക്ക് ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല എന്ന് പറഞ്ഞാൽ, നമുക്ക് കിട്ടിയ ആത്മാവ് നമ്മുടെ ഭയത്തിൽ നിന്നും ലജ്ജയിൽ നിന്നും നമ്മുടെ പരിമിതികളിൽ നിന്നും നമ്മളെ പുറത്തു കൊണ്ടിരുന്ന ആത്മാവാ. എന്തിനാ പുറത്തു കൊണ്ടിരുന്നത്? നമ്മളെ ആളാക്കുവാൻ വേണ്ടിയല്ല, നമ്മളൊരു സംഭവമാകാൻ വേണ്ടിയല്ല. യേശു എന്ന ആ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ കാലഘട്ടത്തിൽ നമ്മളെ ബലപ്പെടുത്തി നിർത്താൻ വേണ്ടിയാണ് ആത്മാവിനെ പകരുന്നത്. തിമോത്തിയോസ് എഫെസോസിൽ വളരെ വെല്ലുവിളികളുടെ നടുവിൽ 1-ാം അധ്യായം 1 തിമോത്തിയോസ് 1-ാം അധ്യായം 3-ാം വാക്യം ഒന്ന് വായിച്ച് നമുക്ക് മടങ്ങി വരാം. തൻ്റെ ഉള്ളിലുള്ള ഭീരുത്വം മാത്രമല്ല, ഇത്ര ഭീരുത്വത്തിൽ താൻ വലയുവാൻ കാരണം ആ സഭയുടെ സാഹചര്യം ഒന്ന് നോക്കി. 1 തിമോത്തിയോസ് 1-ാം അധ്യായം 3-ാം വാക്യം, അന്യത ഉപദേശിക്കരുതെന്നും വിശ്വാസം എന്ന ദൈവ വ്യവസ്ഥയ്ക്കല്ല തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥകളെയും അന്തമില്ലാത്ത വംശാവലികളെയും ശ്രദ്ധിക്കരുതെന്നും ചിലരോട് ആജ്ഞാപിക്കേണ്ടതിന് നീ എഫെസോസിൽ താമസിക്കണം എന്ന് ഞാൻ മക്കദോനിക്ക് പോകുമ്പോൾ അപേക്ഷിച്ചതുപോലെ ഇപ്പോഴും ചെയ്യുന്നു. നോക്കി, എഫെസോസിലെ പ്രശ്നങ്ങൾ പറയാം, പക്ഷെ അവസാന പ്രയോഗം ഒന്ന് ശ്രദ്ധിച്ചേ. ഞാൻ മക്കദോനിയ പോയപ്പോൾ നിന്നോട് എന്ത് ചെയ്തു? അപേക്ഷിച്ചു. നീ എന്ത് ചെയ്യണം? എഫെസോസിൽ അന്ന് അപേക്ഷിച്ചെന്ന് മാത്രമല്ല, പിന്നെ ഇപ്പോഴും അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ, നിന്നെ ഞാൻ എഫെസോസിൽ ആക്കിയിട്ട് പോയി, ശരിയാ. പക്ഷെ ഈ കത്ത് എഴുതുമ്പോൾ തിമോത്തിയോസിന്റെ ഉള്ളിൽ ഇതൊക്കെ വിട്ടേച്ചങ്ങ് പോയാലോ? ഇവിടെ നിൽക്കണോ? ഇത്ര വെല്ലുവിളി, ഇത്ര റിസ്ക് എടുത്ത് നിൽക്കേണ്ട ആവശ്യമുണ്ടോ? ഒന്ന് പിന്മാറിയാലോ? അങ്ങനെ അല്പം ഇടറി നിൽക്കുക. അതാണ് 2-ാം ലേഖനത്തിൽ പറയുന്നത്. ഭീരുത്വമല്ല നമുക്ക് തന്ന ആത്മാവ്. എന്നെ ചൊല്ലി നീ ലജ്ജിക്കരുതെന്ന് പറഞ്ഞാൽ, തിമോത്തിയോസ് കാരാഗ്രഹത്തിലിരിക്കുന്ന പൗലോസിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരു ലജ്ജ. പൗലോസിന്റെ ആളാണെന്ന് പറയാൻ തനിക്ക് തോന്നുന്നില്ല. എഫെസോസിൽ പ്രശ്നങ്ങളിൽ ഇങ്ങനെ തലപൊക്കി വരികയാ. പിന്മാറിയാലോ, പിൻവാങ്ങിയാലോ, ഇനി ഈ ദൗത്യം ഇവിടെ ഇട്ടേച്ച് അടുത്ത വേലസ്ഥലത്ത് പോയാലോ, ഇങ്ങനൊക്കെ ഇവിടെ നിന്ന് പിടിച്ചു നിൽക്കാൻ പാടാ. ഭയങ്കര പോരാട്ടം കൂടുകയാ. എന്നോട് പൗലോസിന് പറയാനുള്ളത്, നമുക്ക് തന്നിരിക്കുന്നത്
ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല. പിന്മാറുവാൻ പ്രേരണയുള്ള ചിലർ എന്നെ കേൾക്കുന്നുണ്ട്. ജീവിതത്തിലെ വെല്ലുവിളികൾ, ജീവിതത്തിലെ ശോധനകൾ നിമിത്തം ചിന്തിക്കാത്ത, പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങൾ വിശ്വാസ ജീവിത കപ്പലിൽ ആഞ്ഞടിക്കുമ്പോൾ ഇതെല്ലാം വിട്ടൊന്ന് മാറി നിന്നാലോ, സഭയിലൊന്ന് കൂടി പോരാം, പക്ഷെ ആക്റ്റീവായിട്ട് നിന്നാൽ ഭയങ്കര പോരാട്ടമാണ്. എന്നോട് ചിലർ പറഞ്ഞിട്ടുണ്ട്, ഈ ഒന്ന് മാറി നിന്നാൽ വലിയ വിഷയമൊന്നും. സത്യമോ? ഞായറാഴ്ച മാത്രം ഹാജർ വെക്കാൻ വരുന്നവർക്ക് ഒരു വിഷയമില്ല, ഒരു പോരാട്ടവും ഇല്ല. പക്ഷേ ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി മുന്നിട്ട് നിന്നാൽ പോരാട്ടമുണ്ട്, വെല്ലുവിളിയുണ്ട്, തടസ്സമുണ്ട്, പോർവിളികളുണ്ട്. പക്ഷെ അതിന്റെ നടുവിൽ പിടിച്ചു നിൽക്കുവാൻ നമുക്ക് തന്നിരിക്കുന്ന ആത്മാവിനെ കുറിച്ചുള്ള ഒരു വെളിപ്പാട് നമുക്ക് വേണം. We need the baptism of the Holy Spirit. പരിശുദ്ധാത്മ സ്നാനമില്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട ദൈവമൈതല കൃപ പ്രാപിച്ചതാണ്, ഒറ്റയ്ക്ക് ഇറങ്ങി തിരിച്ചതാണ്, എല്ലാം സത്യമാണ്. പക്ഷെ ഈ പോർക്കളം മേടിൽ നിൽക്കണമെങ്കിൽ we need the endowment of power. ശക്തിയുടെ ഒരു വ്യാപാരം, പരിശുദ്ധാത്മാവിന്റെ ഒരു വ്യാപാരം നമുക്ക് ആവശ്യമാണ്. സ്പിരിറ്റ് ബാപ്റ്റിസം, പരിശുദ്ധാത്മ സ്നാനത്തെ കുറിച്ച് ചില കാര്യങ്ങൾ ഞാൻ ഓർപ്പിച്ച്, സമയമുണ്ടെങ്കിൽ സ്നേഹത്തിന്റെയും ശക്തിയുടെയും ആത്മാവിന്റെ സ്വഭാവങ്ങളിലേക്ക് ഞാൻ കടക്കാം. 7-ാം വാക്യം, 2 തിമോത്തിയോസ് 1-ാം വാക്യം ഒന്ന് വായിച്ചാലും. ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. നമ്മൾ എന്താ ചിന്തിക്കുന്നത്? നമുക്ക് തന്ന ആത്മാവ് ആരാണ്? ആ ആത്മാവിന്റെ പ്രവർത്തനം എങ്ങനെയാണ്? രക്ഷിക്കപ്പെട്ടപ്പോൾ ആത്മാവിനെ ലഭിച്ചു, രക്ഷിക്കപ്പെട്ടവർക്ക്. പക്ഷെ അതുകൊണ്ട് ക്രിസ്തീയ ജീവിതം മുൻപോട്ട് പോകത്തില്ല. ക്രിസ്തീയ ജീവിതത്തിൽ മുന്നേറണമെങ്കിൽ, പോരാട്ടങ്ങളുടെ നടുവിൽ കർത്താവിന് വേണ്ടി നിൽക്കണമെങ്കിൽ we need Holy Spirit baptism. ഹോളി സ്പിരിറ്റ് ബാപ്റ്റിസത്തെ കുറിച്ച് ചില ദൈവദാസന്മാർ പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുക. അതിൽ പ്രത്യേകമായി പെന്തക്കോസ്തുകാരായ ആരുടെയും ഞാൻ പറയുന്നില്ല, കാരണം ചിലർ ചിന്തിക്കുന്നത് ഇത് പെന്തക്കോസ്തുകാരുടെ എന്തോ കണ്ടുപിടുത്തുവാ. പക്ഷെ പെന്തക്കോസ്തുകാരല്ലാത്ത മറ്റ് കഴിഞ്ഞ കാലങ്ങളിൽ ജീവിച്ചിരുന്ന ചില ദൈവദാസന്മാർ പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മ സ്നാനത്തെക്കുറിച്ച് 3 കാര്യങ്ങൾ ആർഎച്ചോറി എന്ന് പറയുന്ന കർത്താവിന്റെ ദാസൻ, 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ കർത്താവ് ഉപയോഗിച്ച ദൈവദാസൻ പരിശുദ്ധാത്മ സ്നാനത്തെക്കുറിച്ച് 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം എഴുതുന്നവർക്ക് വേണ്ടി മാത്രം ഞാൻ എടുത്തു പറയുകയാണ്. ഒന്നാമത്തെ കാര്യം, പരിശുദ്ധാത്മ സ്നാനം ലഭിച്ച വ്യക്തിക്ക് നിഷേധിക്കാൻ കഴിയാത്ത ഒരു അനുഭവമാണ്. ലഭിച്ച വ്യക്തിക്ക്, ഇത് പെന്തക്കോസ്തുകാരനല്ല പറയുന്നത്, ഇത് മുഖ്യധാര പ്രൊട്ടസ്റ്റന്റ് സഭയിലെ ഒരു കോൺഗ്രിഗേഷണൽ മിനിസ്റ്ററായ ആർ.ഐ. ടോറി പറഞ്ഞതാണ്. പരിശുദ്ധാത്മ സ്നാനം, ഒന്നാമത്തെ കാര്യം, ഇത് കേൾക്കുമ്പോൾ ഈ അനുഭവം പ്രാപിച്ചവർ കർത്താവിന് നന്ദി പറയണം, വീണ്ടും പുതുക്കണം, കെട്ടുപോയതിനെ ജ്വലിപ്പിക്കണം. പക്ഷെ ഇന്ന് ഈ അനുഭവം പ്രാപിക്കാത്തവരോടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്, ആത്മസ്നാനത്തിന്റെ അനുഭവത്തിന് വേണ്ടി ഒരു കൊതി വരണം. ആ കൊതിക്കായി കർത്താവ് നമ്മുടെ ഹൃദയത്തെ ഒരുക്കട്ടെ. ഒന്ന്, ആത്മസ്നാന അനുഭവം ലഭിച്ച വ്യക്തിക്ക് നിഷേധിക്കാൻ കഴിയാത്ത അനുഭവമാണ്. 2, ആത്മസ്നാന അനുഭവം വീണ്ടും ജനത്തിൽ നിന്ന് വ്യത്യസ്തമായൊരു അനുഭവമാണ്. വീണ്ടും ജനനത്തിൽ ആത്മപ്രവൃത്തി വേണം. വീണ്ടും ജനനത്തിൽ ആത്മാവില്ലാതെ നമുക്ക് കഴിയത്തില്ല. ഈ ദൈവദാസൻ പറഞ്ഞതുകൂടെ ഞാൻ ചേർത്ത് പറയുകയാണ്. വീണ്ടും ജനത്തിൽ നിന്ന് വ്യത്യസ്തമായൊരു പ്രവൃത്തിയാണ് ആത്മസ്നാനം. 3-ാമത് താൻ പറഞ്ഞത്, ആത്മസ്നാനം സാക്ഷിയായിത്തീരുവാനും കർത്താവിൻ്റെ രാജ്യത്തിൽ സർവീസ്, ശുശ്രൂഷയിൽ പ്രയോജനപ്പെടുവാനും ആത്മസ്നാനം അനിവാര്യമാണ്. 1, വ്യക്തിക്ക് നിഷേധിക്കാൻ കഴിയാത്ത അനുഭവമാണ്. 2, വീണ്ടും ജനനത്തിൽ വ്യത്യസ്തമായ അനുഭവമാണ്. 3, ശുശ്രൂഷയ്ക്കും സേവനത്തിനും സാക്ഷീകരണത്തിനും അനിവാര്യമാണ് പരിശുദ്ധാത്മാവിന്റെ സ്പർശനങ്ങൾ നമ്മൾ അനുഭവിച്ചുള്ളവരായിരിക്കാം. ഏതെങ്കിലും ഒരു കൂട്ടായ്മ വന്നപ്പോൾ ആത്മാവ് ഉണ്ടെന്ന് നമുക്ക് ഒന്ന് ആളത്വത്തിൽ നമുക്കൊരു എക്സ്പീരിയൻസ്, ഒരു ടച്ച് ഉണ്ടായി കാണും. പക്ഷെ ആത്മസ്നാനം ആ ടച്ചിൽ മാത്രമല്ല, ആത്മസ്നാനം നമ്മുടെ ഉള്ളിൽ ചില ബോധ്യങ്ങൾ നൽകുന്നു. എങ്ങനെ ഈ ഭീരുത്വം പുറത്തു പോകുന്നത്? ശരീരത്തിൽ ഒരു ശക്തി അനുഭവിച്ചാലും ഭീരുത്വം പോകുകയാണോ? അല്ല, ഈ ആത്മാവെന്ന ആളത്വം ശക്തിയോടെ എന്നിൽ വരുമ്പോൾ എനിക്ക് ചില ബോധ്യങ്ങൾ ഉണ്ടാകും. അടുത്തതായി ഞാൻ പറയുന്നത് കർത്താവിന്റെ ദാസൻ മുൻപ് കോട്ട് ചെയ്ത മാർട്ടിൻ ലോയിഡ് ജോൺസ് എന്ന കർത്താവിന്റെ ദാസന്റെ വാക്കുകളാണ്. മാർട്ടിൻ ലോയിഡ് ജോൺസ് എന്ന കർത്താവിന്റെ ദാസൻ 20-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഏറ്റവും വലിയ പ്രസംഗികളിൽ, ഏറ്റവും വലിയ കർത്താവിന്റെ ദാസന്മാരിൽ ഒരാളായിരുന്നു.
താൻ പരിശുദ്ധാത്മ സ്നാനത്തെ വളരെ ഊന്നൽ കൊടുത്ത് പ്രസംഗിച്ചയാളാണ്. നമ്മൾ റോമാലേഖനം പഠിക്കുന്നത് പോലെ തൻ്റെ സഭയിൽ 13 വർഷം റോമാലേഖനം തുടർമാനമായി പഠിപ്പിച്ച ഒരു ഭക്തനായ മനുഷ്യനാണ്. താൻ ആത്മസ്നാനത്തെക്കുറിച്ച് പറഞ്ഞ ഒരു കാര്യം എന്നെ വളരെ സ്പർശിച്ചു. അത് ഇന്ന് നമ്മൾ ഏറ്റെടുത്ത നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയൊരു ദൈവകൃപയുടെ ഒരു അനുഭവമായി മാറും. താൻ പറഞ്ഞൊരു അനുഭവം ഞാൻ വളരെ ലളിതമായി വളരെ ശാന്തമായി പറയാൻ ആഗ്രഹിക്കുക. പരിശുദ്ധാത്മ സ്നാനത്തെക്കുറിച്ച് താൻ പറഞ്ഞൊരു അനുഭവം, താൻ പറഞ്ഞൊരു കഥ. എന്താ പരിശുദ്ധാത്മ സ്നാനം? താൻ ഒരു കഥയിൽ നിന്ന് ഒരു അനാലജി, ഒരു ഇല്ലസ്ട്രേഷൻ താൻ പറഞ്ഞു. മറ്റൊന്നുമല്ല, ഒരു അപ്പനും മകനും. സൂര്യൻ പടിഞ്ഞാറെ ചക്രവാളത്തിൽ അസ്തമിക്കുമ്പോൾ അപ്പനും മകനും, ചെറിയൊരു മകനാ, അപ്പനും മകനും നടക്കാൻ ഇറങ്ങി. മകൻ അപ്പൻ്റെ കയ്യിൽ പിടിച്ചെന്ത് ചെയ്യുക? നടക്കുകയാണ്. മകന് ഉറപ്പാണ്, പപ്പ എന്നെ സ്നേഹിക്കുന്നുണ്ട്, ഇതെൻ്റെ പപ്പായാണ്, പപ്പായ്ക്ക് എന്നോട് സ്നേഹക്കുറവോ കൂടുതലോ ഒന്നും ഇല്ല, പപ്പായുടെ എന്നോടുള്ള സ്നേഹം കോൺസ്റ്റന്റ് ആണ്, പ്രത്യേകമാണെന്ന് ആർക്കറിയാം? ഈ മകൻ അറിയാം. ഈ അപ്പനും മകനും ഇങ്ങനെ നടന്നു പോകുമ്പോൾ അല്പം ദൂരം കഴിഞ്ഞപ്പോൾ ഈ അപ്പൻ എന്ത് ചെയ്തെന്ന് അറിയാമോ? ഈ മകനെ വാരി പുണർന്നെടുത്ത് ഉമ്മ വെച്ച് തന്നെ എന്ത് ചെയ്തു? കെട്ടിപ്പിടിച്ച് തനിക്ക് 2-3 ഉമ്മയൊക്കെ വെച്ച് തന്നെ വീണ്ടും എന്ത് ചെയ്തു? നിലത്ത്. മാർട്ടിൻ ലോയ്ഡ് ജോൺസ് പറയുന്നത് അതാണ് ആത്മസ്നാനം. ദൈവം എന്നെ സ്നേഹിക്കുന്നു എനിക്കറിയാം, പക്ഷെ ദൈവസ്നേഹം നിഷേധിക്കാൻ കഴിയാത്തതുപോലെ എൻ്റെ ഉള്ളിലേക്ക് ഒഴുകി വരുന്ന അനുഭവമാണ് ഹോളി സ്പിരിറ്റ് ബാപ്റ്റിസം. ഞാൻ പറഞ്ഞത് വചനത്തിൽ നിന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് ദൈവദാസന്മാരായ ഈ വിഷയങ്ങളിൽ പ്രാവണ്യമുള്ളവരുടെ വാക്കുകൾ എടുത്തു പറയുന്നത് നമുക്ക് ആ കാര്യത്തെക്കുറിച്ച് ഉറപ്പ് കിട്ടാനാ. ദൈവം ഉണ്ടോ? ഉണ്ട്. കർത്താവിനെ രക്ഷിച്ചോ? എനിക്കറിയാം. കർത്താവിൻ്റെ കൈക്ക് പിടിച്ചിട്ടുണ്ടോ? അറിയാം. പക്ഷേ ഇതുവരെ ഇല്ലാത്തതുപോലെ ദൈവസ്നേഹത്തിന്റെ ആലിംഗനം അനുഭവിച്ച് നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവസ്നേഹം ഒഴുകി വരുന്ന ഒരു അനുഭവമാണ് ആത്മസ്നാനത്തിന്റെ അനുഭവം. റോമാലേഖനം 5-ാം വാക്യം എന്താ പറയുന്നത്? പരിശുദ്ധാത്മാവിനാൽ ദൈവസ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് പകർന്നിരിക്കുക. റോമാലേഖനം 8-ാം അധ്യായത്തിൽ ഇതിനോട് ചേർത്ത് തന്നെ പറയാം, ആത്മാവ് താൻ നമ്മുടെ ആത്മാവിനോട് പറയാണ് നമ്മൾ ആരാ? രക്ഷാനിർണയം നമുക്ക് കിട്ടിയെങ്കിലും നിഷേധിക്കാൻ കഴിയാത്ത നിലയിൽ ദൈവം എൻ്റെ കൂടുണ്ട്, ആത്മാവ് എന്നെ ബാക്ക് ചെയ്യുന്നുണ്ട്, ആത്മാവിന്റെ സാന്നിധ്യം എന്നോടൊപ്പമുണ്ടെന്ന് എൻ്റെ മനസ്സിൽ എന്നേക്കുമായി ആഞ്ഞു പതിയുന്ന ഒരു അനുഭവമാണ് ആത്മസ്നാനം. അതുകൊണ്ടാണ് ഭീരുത്വത്തിന്റെ എല്ലാ ഭയവും പോകും. ഈ അപ്പൻ കുഞ്ഞിനെ വാഴിപ്പുണർന്നതുപോലെ ആത്മാവ് നമ്മളെ ചേർത്ത് പിടിക്കുന്നു. ദൈവസ്നേഹം നമ്മളിലേക്ക് ഒഴുകി വരുന്നു. ആത്മാവിന്റെ പ്രത്യക്ഷമായ നിഷേധിക്കാൻ കഴിയാത്ത അനുഭവം ശരീരത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ ആത്മാവിന്റെ സ്നാനം എന്ന് പറയുന്നത് എല്ലാ ഭയത്തെയും ദൂരീകരിച്ച് അൺലിമിറ്റഡ് അഷ്വറൻസ് ആണ് ആ ആത്മാവ് നമ്മളിലേക്ക് പകരുന്നത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇന്ന് നമുക്കൊരു വാഞ്ച ഉണ്ടാകട്ടെ, എന്നിലേക്ക് ആ ആത്മാവ് ഒന്ന് പ്രവഹിച്ചു വരട്ടെ. ആ ആത്മാവിന്റെ പ്രവാഹം എനിക്ക് അനുഭവിക്കണം. 1869 അസൂസ സ്ട്രീറ്റിൽ ഉണർവുണ്ടാകുന്നതിന് മുൻപ്, പെന്തക്കോസ്തിന്റെ ഇന്നത്തെ ആധുനിക പെന്തക്കോസ്തിന്റെ ആരംഭത്തിന് 30 വർഷം മുൻപേ വില്യം ബൂത്ത് എഴുതിയ ഒരു ആർട്ടിക്കിളിന്റെ ടൈറ്റിൽ മാത്രം ഞാൻ പറയാം. വില്യം ബൂത്ത് എന്ന ഭക്തനായ മനുഷ്യൻ, സാൽവേഷൻ ആർമിയുടെ സ്ഥാപകൻ, ഇങ്ങനെയാ പറഞ്ഞത്: The one essential for soul winning is baptism of the Holy Spirit. ആത്മാക്കൾ വിടുതൽ പ്രാപിച്ച് സഭയിൽ വരണമെങ്കിൽ സഭയിലുള്ളവർ ആത്മസ്നാനത്താൽ നിറയപ്പെടണം. ആ വില്യം ബൂത്ത് എഴുതിയ പാട്ടുകളാ ഇന്നലെ വൈകിട്ട് ഞാൻ ഇന്റർസെഷൻ പ്രയറിൽ പാടിയത്. കൃപാ കടലേ, ഇന്ന് നമുക്ക് ഈ മെസ്സേജ് കഴിയുമ്പോൾ നമുക്കൊന്ന് പാടണം. കൃപാ കടലേ, നിന്റെ തീരത്തു ഞാൻ അനേക നാൾ ആകാംക്ഷയോടെ കാത്തിരുന്നു. മടങ്ങുമെങ്കിൽ ഇന്നിവിടുന്ന് ഇനി ഞാൻ പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ ഒഴുകാതിരുന്നാൽ. ആ വില്യം ബൂത്ത് എന്ന ഭക്തനായ മനുഷ്യൻ പെന്തക്കോസ്തിന് ഉണർവൊക്കെ ഉണ്ടാകുന്നതിന് മുൻപ് 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഭക്തൻ പറയുകയാണ്, ആത്മസ്നാനമില്ലാതെ ഞാൻ ഇവിടുന്ന് മടങ്ങിപ്പോകത്തില്ല. ആത്മാവിനെ കവിഞ്ഞൊഴുകാതെ ആത്മാവിന്റെ സ്പർശനം എൻ്റെ മുഴുവൻ ആളത്തത്തിലേക്ക് ഉച്ചി മുതൽ ഉള്ളങ്കാൽ വരെ അനുഭവിക്കുന്ന നിലയിൽ ഹോളി സ്പിരിറ്റിനെ തൊടാതെ ഞാൻ ഈ ഇടം വിട്ടു പോകത്തില്ല.
പോകത്തില്ല. കാരണം എന്താ? ആത്മാവില്ലെങ്കിൽ, ആത്മാവിന്റെ ശാക്തീകരണമില്ലെങ്കിൽ സുവിശേഷീകരണം നടക്കത്തില്ല. ആത്മാവിന്റെ ശാക്തീകരണമില്ലെങ്കിൽ ഭയം മാറ്റിവെച്ച് ദൂത് പറയാൻ കഴിയത്തില്ല. കടപ്രയിലുള്ളവർക്കറിയാം, ഏകദേശം 8-9 വർഷം മുൻപ് പ്രിയ പൊന്നച്ചാന്റെ വീട്ടിൽ, ഇന്ന് നമ്മുടെ കൂടില്ല, തൻ്റെ വീട്ടിൽ ആദ്യമായിട്ട് ഞാൻ പ്രസംഗിക്കുന്ന ഇന്നെന്ന് പോലെ ഓർക്കുന്നവർക്കറിയാം. എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറയാനുള്ളത്, കൊത്തയോടെ അല്ലെങ്കിൽ വിക്കി വചനം പറഞ്ഞയാൾ ഇന്ന് ധൈര്യത്തോടെ ദൈവവചനം പറയാൻ കാരണം ആ പ്രവാഹം എൻ്റെ മേൽ വന്നതാണ്. ആ ആത്മാവ് എന്നെ തൊട്ടതാണ്. ഇന്ന് നിങ്ങളുടെ നടുവിൽ ദൂത് പറയാൻ എന്നെ പ്രാപ്തനാക്കിയത്. നിങ്ങൾക്കും 2024 ദൂത് പറയാം. ആത്മാവിന്റെ ശക്തിയോടെ ദൂത് പറയാം. ആത്മാവ് നിങ്ങളുടെ ഭയങ്ങളെ പുറത്താക്കും. സാഹചര്യങ്ങൾക്ക് അപ്പുറമായ ഒരു അഭിഷേകം മൺകൂടാരത്തിലേക്ക് ജ്വലിക്കാൻ പോകുക. അടുത്ത പ്രയോഗത്തിൽ നിന്ന് ഒറ്റ കാര്യം മാത്രം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. 2 തിമോത്തിയോസ് 1:7 നമുക്ക് ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെ ആത്മാവിനെ. ശക്തിയുടെ എന്ന പ്രയോഗം ഒന്ന് നിങ്ങളുടെ മുൻപിൽ വെച്ച് നമ്മുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാനും, ആ പാട്ട് ഡെബി നമ്മളെ നയിക്കാൻ പോവുകയാണ്. കൃപാക്കടലെ നിന്റെ തീരത്ത് ഞാൻ. എനിക്ക് ആ പ്രവാഹം വേണമെന്നുള്ളൊരു വാഞ്ചയോട്, പ്രാർത്ഥനയോട് നിങ്ങൾ ആത്മാവിൽ ജാഗരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ അവസാന നിമിഷങ്ങളിൽ നിങ്ങളുടെ ഉള്ളിലേക്ക് ആത്മപ്രവർത്തിക്കാൻ നിങ്ങളെ തന്നെ ഒരുക്കുക. പരിശുദ്ധാത്മാവ് ഭീരുത്വത്തെ പുറത്താക്കുന്ന ആത്മാവ് മാത്രമല്ല, അത് ശക്തിയുടെ ആത്മാവാ. എന്തിന്റെ ആത്മാവാ? ഉറക്കെ പറഞ്ഞേ, എന്തിന്റെ ആത്മാവാ? ശക്തിയുടെ ആത്മാവാ. ഇറ്റ്സ് എ സ്പിരിറ്റ് ഓഫ് പവർ. എന്ന് പറഞ്ഞാൽ എന്താ? ശക്തി എന്ന് 4 വട്ടം ഉറക്കെ പറഞ്ഞാൽ ശക്തിയാവൂ? എന്താ ശക്തി എന്ന് പറഞ്ഞാൽ? ശക്തി നമ്മൾ അനുഭവിക്കുന്ന ചൈതന്യം മാത്രമല്ല എന്ന് ആദ്യം തന്നെ ഞാൻ പറയുന്നു. അടുത്ത വാക്യത്തിൽ വേറെ ഒന്നും പോണ്ട. 7-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാ ശക്തിയുടെ ആത്മാവാന്ന് പറഞ്ഞിട്ട് 8-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? അതുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ സാക്ഷ്യത്തെയും അവന്റെ ബദ്ധനായ എന്നെയും കുറിച്ച് ലജ്ജിക്കാതെ സുവിശേഷത്തിനായി ദൈവശക്തിക്ക് ഒത്തവണ്ണം നീയും എന്നോട് കൂടെ കഷ്ടം സഹിക്കാം. എന്തിനുള്ള ശക്തിയാ? തമ്പേരാഞ്ഞടിക്കാനുള്ള ശക്തിയാണോ? അല്ല അയലൊക്കക്കാരനെ എന്താ പൂട്ടി പ്രാർത്ഥിക്കാനുള്ള ശക്തിയാണോ? എന്തിനുള്ള ശക്തിയാ? സുവിശേഷത്തിന് വേണ്ടി എന്നോടുകൂടെ കഷ്ടം അനുഭവിക്കാൻ. കഷ്ടതയിൽ കൂടി പരാജയപ്പെടാതെ, പിന്മാറാതെ, തോറ്റുപോകാതെ, വിശ്വാസം കൈവിടാതെ മുൻപോട്ട് പോകുവാനുള്ള ശക്തിയാ. 2-3 വാക്യത്തിൽ ഇതേ പുസ്തകത്തിൽ പൗലോസ് പറയുന്നു, ക്രിസ്തുവിന്റെ നല്ല ഭടനായി നീയും എൻ്റെ കൂടെ. 3-12 വാക്യം എന്താ പറയുന്നത്? 2 തിമോത്തിയോസ് 3:12. അതെല്ലാവരും കുറിച്ചു വെക്കണം. ഇന്നത്തെ പ്രോസ്പെരിറ്റി തിയോളജിയുടെ തായ്വേർ ഇളക്കിക്കളയുന്ന വാക്യമാണ്. അതിന്റെ നാമ്പ് നുള്ളിക്കളയുന്ന വാക്യമാണ്. എന്താ? ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉപദ്രവം ഉണ്ടായേക്കാം. ഒരുപക്ഷെ ഉപദ്രവം വന്നേക്കാം. 2024 ഇലക്ഷൻ ഒക്കെ ആണല്ലോ. അന്ന് ഉപദ്രവം പ്രതീക്ഷിക്കാമല്ല, ഉപദ്രവം ഉണ്ട്. ഭക്തിയോടെ ജീവിക്കുന്നവർക്ക് എന്തുണ്ട്? നമുക്ക് മനസ്സിലാകുന്ന മലയാളത്തിൽ പറഞ്ഞാൽ, പരമാർത്ഥമായി കർത്താവിനെ വിളിച്ചപേക്ഷിച്ച് ഈ വക്രതയുള്ള തലമുറയിൽ ഭക്തിയോടെ ജീവിക്കാൻ നമ്മൾ സമർപ്പിച്ചാൽ നമ്മൾ ഉപദ്രവിക്കപ്പെടും. സംശയം വേണ്ട. ഫിസിക്കൽ സഫറിങ് തീർച്ചയായും ഉണ്ട്. ഫിസിക്കൽ സഫറിങ് മാത്രമല്ല, ഫിസിക്കൽ സഫറിങ് ഉണ്ടെന്ന് പറയാൻ കാരണം എന്താ? ഈ പുസ്തകത്തിന്റെ ഘടന തന്നെ നോക്കിയേ. ഉപദ്രവം ഉണ്ടാകുന്ന 4-ാം അധ്യായത്തിൽ എന്താ പറയുന്നത്? ഇതാ ഞാൻ പാനീയയാഗം പോലെ, മോനെ ഞാൻ മരിക്കാൻ പോകുകയാ, ഈർച്ചവാൽ ഇങ്ങോട്ട് അങ്ങ് രാഗിക്കൊണ്ടിരിക്കുക, എൻ്റെ മരണം ഞാൻ കാത്തു കിടക്കുക, ഞാൻ കൊലക്കയറിന് കാത്തിരിക്കുന്ന ഒരു ക്രിമിനലിനെ പോലെ കിടക്കുകയാണ്. നീ ഭക്തിയോട് ജീവിച്ചാൽ നാളെ നിന്റെ തല പോയേക്കാം. അതിൽ കുറഞ്ഞ ദൂതൊന്നും ഇല്ല. അതിനെ സോപ്പിട്ട്, അതിനെ
സരസമായി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പൗലോസ് തീമോഥെയോസിനോട് പറയുന്നത്, ഭക്തിയോട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തൻ്റെ വിശ്വാസം, തൻ്റെ സ്നേഹം, ദീർഘക്ഷമ എന്നൊക്കെയാണ് മുകളിലെ വാക്യത്തിൽ 3:11 പറയുന്നത്. ഇങ്ങനെ കൃപയിൽ മുന്നേറി വന്നാൽ, ഭക്തിയോട് ജീവിച്ചാൽ, ഒരുപക്ഷെ മരണത്തിൻ്റെ ആ കരാളഹസ്തങ്ങൾ, രക്തസാക്ഷിത്വം നമ്മളെ കയറി പിടിച്ചേക്കാം. മരണം വന്നേക്കാം, ശാരീരികമായ ഉപദ്രവം വന്നേക്കാം. യോഹന്നാൻ 15 കർത്താവ് പറഞ്ഞതുപോലെ, എന്നെ വെറുത്തത് കൊണ്ട് നിങ്ങളെ എന്ത് ചെയ്യും? എന്നെ ഉപദ്രവിച്ചവർ ഉപദ്രവിക്കും, നിങ്ങളെ പള്ളി ഭ്രഷ്ടരാകും. നിങ്ങളെ കൊല്ലുന്നവൻ ദൈവത്തിന് എന്തോ ഒരു സേവ ചെയ്യുന്നത് പോലെ, അർപ്പണം ചെയ്യുന്നത് പോലെ അവർ നിങ്ങളെ കൊന്നെന്ന് വരാം. സുവിശേഷത്തിന്റെ വിളി സുഖമായൊരു ജീവിതത്തിലേക്കുള്ള വിളിയല്ല, മരണത്തിലേക്കുള്ള വിളിയാ. 1940-കളിൽ ഹിറ്റ്ലറിന്റെ ആധിപത്യത്തിൽ കൊല്ലപ്പെട്ട ഡിട്രിച്ച് ബോൺഹോഫർ എന്ന കർത്താവിന്റെ ദാസൻ ഇങ്ങനെയാ പറഞ്ഞത്, when Christ calls a man, he bids him come and die. ഒരുവനെ ക്രിസ്തു വിളിച്ചാൽ വിളിക്കുന്നത്, വരിക, എന്നോടുകൂടെ മരിക്കുക. ഇത് മരണത്തിലേക്കുള്ള വിളിയാ. എല്ലാവർക്കും അങ്ങനെ ശാരീരികമായ രക്തശാസ്ത്രത്തിനുള്ള ഒരു ഭാഗ്യം കിട്ടിയെന്ന് വരത്തില്ല. ശാരീരിക ഉപദ്രവങ്ങൾ, ചില പരസ്യങ്ങളൊക്കെ നമ്മൾ നടത്തിയപ്പോൾ അടി കിട്ടാതെ ഒക്കെ നമ്മളിങ്ങനെ ഒഴിഞ്ഞു പോയെന്നേ ഉള്ളു. ഇനി അടുത്ത കാലത്ത് അടി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അതൊക്കെ കർത്താവിൻ്റെ നാമം നിമിത്തം, അപ്പോസ്തലന്മാർ പറഞ്ഞതുപോലെ, തിരുനാമം നിമിത്തം ഉപദ്രവം ഏൽപ്പാൻ ഞങ്ങൾ എന്തായി? ഞങ്ങളെ യോഗ്യരായ എണ്ണി എന്ന് അപ്പോസ്തലന്മാർ അഭിമാനിക്കുക. കാരണം ഇത് പട്ടുമെത്തയല്ല, ഇത് പൂച്ചണ്ടിന്റെ മാർഗമല്ല, ഇത് പരവതാനി വിരിച്ചിരിക്കുന്ന മാർഗമല്ല, ഇത് രക്തം കൊണ്ട് കുതിർന്ന മാർഗമാണ്. ഇത് രക്തസാക്ഷികളുടെ ശവകുടീരങ്ങളുടെ മുകളിൽ നിന്ന് വിളിച്ചു പറയുന്ന സുവിശേഷമാണ്. ഭക്തിയോടെ ജീവിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഉപദ്രവമുണ്ട്. ഭാരതത്തിന്റെ സ്ഥിതി തിരിഞ്ഞു മറിയുക. എന്ത് നടക്കും 2024 എനിക്കറിയത്തില്ല. എന്താകും ഇലക്ഷൻ എന്ന് നമുക്കറിയത്തില്ല. ദൈവഹിതപ്രകാരമുള്ള ഭരണത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷെ ഒരു കാര്യം ഉറപ്പാക്കണം, ഈ വർഷം ഉപദ്രവങ്ങൾ വർദ്ധിക്കും. നോർത്ത് ഇന്ത്യയിൽ മാത്രമല്ല, കേരളത്തിൽ ഉപദ്രവങ്ങൾ വരും. ഉപദ്രവങ്ങൾ വർദ്ധിച്ചാലും, ക്രിസ്തു നിമിത്തം കഷ്ടത ഏറേണ്ടി വന്നാലും, സമൂഹത്തിൽ, അയൽക്കാരുടെ നടുവിൽ, കുടുംബത്തിൽ സുവിശേഷം നിമിത്തം നിന്ദിക്കപ്പെടും, ഒറ്റപ്പെടും, കുത്തുവാക്ക് പറയും, തുള്ളാൻ പോയെന്ന് ചോദിക്കും. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ പണ്ടുണ്ടായിട്ടുണ്ട്, വീണ്ടും വർദ്ധിച്ചു വരും. ഉപദ്രവം, ശരീര ഉപദ്രവം നടന്നിരിക്കാം. പക്ഷേ ഭക്തിയോട് ജീവിക്കുന്ന സമയത്തുണ്ടാകുന്ന ഉപദ്രവങ്ങളെ നേരിടണമെങ്കിൽ നമുക്ക് വേണ്ടത് ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെ ആത്മാവിനെ. ശക്തിയുടെ ആത്മാവുണ്ടെങ്കിലേ പീഡനങ്ങളെ അതിജീവിക്കാൻ കഴിയത്തുള്ളൂ. പീഡനം അനുഭവിക്കാനുള്ള ശക്തി വേണമെങ്കിൽ we need Holy Spirit. ഭക്തി നിമിത്തമുള്ള പീഡനം നേരിടണമെങ്കിൽ ആത്മാവിനെ വേണം. 3-5 വാക്യം പറയുന്നത്, ഭക്തിയോട് ജീവിക്കണമെങ്കിലും നമുക്ക് ആത്മാവിന്റെ ശക്തി വേണം. ഭക്തിയുടെ വേഷം കെട്ടിൽ ജീവിക്കുന്ന ഒത്തിരി പേര് ചുറ്റുമുണ്ട്, സഭയ്ക്കുള്ളിലുണ്ട്. പക്ഷെ അതിൻ്റെ നടുവിൽ വേഷം കെട്ടില്ലാതെ ആന്തരിക ശക്തിയോടെ ദൈവഭക്തിയിൽ മുന്നേറണമെങ്കിൽ we need the power of the Holy Spirit. എൻ്റെ വാക്കുകളെ ഞാൻ ഇവിടെ നിർത്താൻ ആഗ്രഹിക്കുക. ആത്മസ്നാന അനുഭവത്തിന് വേണ്ടിയുള്ള ഒരു ആഹ്വാനമാണ് കർത്താവ് ഇന്ന് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ സന്ദേശത്തിന്റെ അവസാന നിമിഷങ്ങളിൽ നാം വന്നു നിൽക്കുമ്പോൾ, ഒന്ന് നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് ഒരുക്കാമോ? ഒന്ന് നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് സമർപ്പിക്കാമോ? കേട്ട വചനങ്ങൾ ഒന്ന് മനസ്സിൽ ഉരുവിടാമോ? എനിക്ക് ഈ വല്ലാത്ത കാലത്തിൽ ജീവിക്കണമെങ്കിൽ, ഭക്തിയോടെ ജീവിക്കണമെങ്കിൽ ശക്തി വേണം കർത്താവേ. ഭക്തികേടിന്റെ നടുവിൽ ഭക്തിയോട് ജീവിക്കുമ്പോൾ ഉപദ്രവം വരും, ഒറ്റപ്പെടും, നിന്ദിക്കപ്പെടും, പല നിലകളിലുള്ള ക്രിസ്തു നിമിത്തമുള്ള ബുദ്ധിമുട്ടുകൾ വരും. പക്ഷെ അതിൻ്റെ നടുവിൽ തളരാതെ നിൽക്കണമെങ്കിൽ, സുവിശേഷത്തെ ധൈര്യത്തോട് പറയണമെങ്കിൽ, വീടുകളിൽ നിന്ന് ഇറക്കി വിടുമ്പോഴും അടുത്ത വീട്ടിൽ ചെന്ന് യേശുവിനെ കുറിച്ച് പറയണമെങ്കിൽ, പരസ്യ സ്ഥലങ്ങളിൽ നിന്ദിച്ച് അപമാനിച്ച് ഉപദ്രവിച്ച് തള്ളിവിടുമ്പോഴും അടുത്ത മുക്കിൽ നിന്ന് സുവിശേഷം പറയണമെങ്കിൽ we need power. ഞങ്ങൾക്ക് ശക്തി വേണം കർത്താവേ. ഒന്ന് ദൈവം മുൻപാകെ നമ്മളെ തന്നെ സമർപ്പിക്കുമോ? കൃപാകടലേ, നിന്റെ തീരത്ത് ഞാൻ വരികയാണ്. ദൈവം മുൻപിൽ ആത്മശക്തി ആഗ്രഹിക്കുന്ന, ആത്മസ്നാനം കിട്ടിയവർ തീർച്ചയായും കാണും. അന്യഭാഷ അടയാളത്തോട് ദൈവത്തെ സ്തുതിക്കുന്നവരുണ്ട്, അവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിലും ആത്മപ്രവൃത്തി നടക്കാതെ വണ്ണം, മുന്നേറാതെ വണ്ണം കെട്ടുപോയ മേഖലകളുണ്ടെങ്കിൽ
6-ാം വാക്യത്തിൽ പറയുന്നത് പോലെ കൈവപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിന്റെ കൃപാവരത്തെ ജ്വലിപ്പിക്കുക. ഇന്ന് ജ്വലിപ്പിക്കാനുള്ള സമയമാ. ആത്മസ്നാനം കിട്ടിയവർ ജ്വലിക്കണം. ആത്മസ്നാനം കിട്ടാത്തവർ ആത്മസ്നാനത്തിന് വേണ്ടി ഒന്ന് സമർപ്പിക്കണം. വില്യം ബൂത്ത് പറഞ്ഞതുപോലെ, ആ പ്രവാഹം എന്മേൽ വരാതെ എന്നെ ഇവിടുന്ന് അയക്കരുത്. ഒന്ന് സമർപ്പിക്കുമോ? ഒന്ന് നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് ഏകാഗ്രമാക്കുമോ?